അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വഹുദൻ വറഹ്മത്തൻ ലിൽ മുഹ്സിനീൻ വമൻ ബിഹിസാനിൻ ഇലാ യൗമിദ്ദീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സാബിഖൂന അസ്സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ. സദഖല്ലാഹുൽ അലീം. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. റബ്ബിശ്റഹ് ലീ സ്വദ്രീ വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹാദരവ് നിറഞ്ഞ ഈമാനുള്ള മുഅ്മിനാത്തുകളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നി ഉഹിബ്ബുക്കും ഫീ സബീലില്ലാഹ്. അള്ളാഹുവിന്റെ പേരിൽ നിങ്ങളെ എല്ലാവരെയും ഹൃദയം നിറയെ സ്നേഹിക്കുന്നു. സഹോദരിമാരെ, നിങ്ങളെല്ലാവരും ഒത്തുകൂടിയ ദിവസം എനിക്ക് നിങ്ങളെ കണ്ടുമുട്ടാൻ സാധിച്ചില്ല. വളരെയധികം ആഗ്രഹമുണ്ടായെങ്കിലും കാണാൻ സാധിച്ചില്ല. എന്നിരുന്നാലും കണ്ടതുപോലെയൊക്കെ ഒരു ഫീലിങ്സും ഉണ്ടായി. നിങ്ങളുടെ സൗണ്ടും നിങ്ങളുടെ സ്പീച്ചും ഒക്കെ കേട്ടപ്പോഴത്തേക്ക് ഒരു സമാധാനമായി. പിന്നെ അവിടുത്തെ വിശേഷങ്ങളെല്ലാം ഓരോരുത്തർ ഫോണിലൊക്കെ ഇട്ട് തന്നപ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷം തോന്നി. അള്ളാഹു നമ്മുടെ സ്നേഹബന്ധത്തെ, നമ്മുടെ കൂട്ടായ്മയെ എന്നെന്നും നിലനിർത്തുമാറാകട്ടെ. അള്ളാഹുവിനെ കണ്ടുമുട്ടും വരേക്ക് അള്ളാഹുവിന്റെ വിശാലമായ അർഷിന്റെ തണലിൽ ഒത്തുകൂടാനും അവസാനം ഒരു മനുഷ്യന്റെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിന് എന്തെല്ലാം വേണോ അതിന്റെ അപ്പുറം തയ്യാറ് ചെയ്തു വെച്ചിരിക്കുന്ന, അതിന്റെ 100 ഇരട്ടി മടങ്ങ് തയ്യാറ് ചെയ്തു വെച്ചിരിക്കുന്ന സ്വർഗലോകത്ത് വെച്ചും നമുക്ക് എല്ലാവർക്കും ഒരുമിക്കാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരിമാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾക്ക് ശേഷമുള്ള സഹാബാക്കളുടെ ലാസ്റ്റ് എൻഡിലുള്ള, അതിന് തൊട്ട് താഴെ താബിഈങ്ങളിൽ പ്രമുഖനായ താവൂസ് ബിൻ കൈസാൻ എന്ന താബിഈ, അദ്ദേഹം സഹാബാക്കളിൽ പലരെയും കണ്ടിട്ടുള്ള ആളാണ്. അദ്ദേഹം മദീനയുടെ മുറ്റത്ത്, മദീന മുനവ്വറ അഹ്ലു സുഫക്കാർ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇസ്ലാമിന്റെ സന്ദേശം ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്ന വേളയിൽ ഇൽമ ആഗ്രഹിക്കാൻ വളരെ അധികം ആഗ്രഹത്തോടുകൂടി വിജ്ഞാനദാഹവുമായി ഒരു പയ്യൻ കടന്നു വരുന്നുണ്ട്. വിജ്ഞാനദാഹവുമായി എത്തിയ ആഗതനോട് താവൂസ് ബിൻ കൈസാൻ എന്ന പ്രമുഖ താബിയായ താവൂസ് ബിൻ കൈസാൻ ചോദിച്ചു, തൗറാത്തിലും ഇഞ്ചീലിലും സബൂറിലും വിശുദ്ധ ഖുർആനിലുള്ള വാക്യങ്ങളുടെ സത്ത് എന്താണെന്ന് അറിയാമോ? ഈ 4 ആകാശത്തിൽ നിന്ന് ഇറങ്ങിയ 4 ഗ്രന്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന, അതിന്റെ 4ലും കൂടെ ഇൻക്ലൂഡഡ് ആയതിന്റെ എക്സ്ട്രാക്ട് എന്താണെന്ന് അറിയാമോ എന്ന് താവൂസ് ബിൻ കൈസാൻ ആ വിജ്ഞാനദാഹവുമായി എത്തിയ പയ്യനോട് ചോദിച്ചു. അദ്ദേഹം ഒന്നും മറുപടി പറഞ്ഞില്ല. അപ്പോൾ താവൂസ് ബിൻ കൈസാൻ റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ അതിന് മറുപടി പറയുകയാണ്, ഏറ്റവും കൂടുതലായി അള്ളാഹുവിനെ ഭയപ്പെടുക.
ഭയപ്പെടുന്നതിനേക്കാൾ കൂടുതൽ അള്ളാഹുവിനെ സ്നേഹിക്കുകയും അള്ളാഹുവിൽ ആഗ്രഹവും പ്രതീക്ഷയും നീ അർപ്പിക്കുകയും ചെയ്യുക. നീ നിനക്ക് വേണ്ടി എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടുന്ന മാനസികാവസ്ഥ വളർത്തുക. ഇത് താവൂസ് ബിൻ കൈസാൻ എന്ന പ്രമുഖ താബിഈ ലോകത്തിന് നൽകിയ സന്ദേശമാണ്. ഏറ്റവും കൂടുതലായി ഇത് നമ്മളും ഫോളോ അപ്പ് ചെയ്താൽ നമ്മൾ മാനവരാശിയിൽ ഉത്കൃഷ്ടരാകും. അള്ളാഹുവിനെ നന്നായി ഭയപ്പെടുക, ഭയപ്പെടുന്നതിലേറെ അവനെ സ്നേഹിക്കുക, അള്ളാഹുവിൽ ആഗ്രഹവും പ്രതീക്ഷയും അർപ്പിക്കുക. ഇത് അതുകൊണ്ട് തന്നെ എനിക്ക് എന്നോടും നിങ്ങളോടും പറയാനുള്ളത്, നമ്മുടെ ജീവിത യാത്രയിൽ എല്ലാ നിമിഷവും നമ്മൾ ഒരുപാട് പേരെ സ്നേഹിക്കുന്നുണ്ട്. നമ്മുടെ മക്കളെ, നമ്മുടെ ഇണയെ, ഉമ്മയെ, വാപ്പയെ, പലതിനെയും. അതിനേക്കാൾ അപ്പുറം ദയാലുവായ കൃപാലുവായ അള്ളാഹുവിനെ നമുക്ക് സ്നേഹിച്ചും അവനെ പ്രതീക്ഷിച്ചും അവനെ ഭയപ്പെട്ടും വരാനിരിക്കുന്ന ഒരു ലോകത്തിന് തയ്യാറ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണോ നമുക്കിഷ്ടമുള്ളത് അത് മറ്റുള്ളവർക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്ന ഒരു മാനസികാവസ്ഥയിൽ ജീവിതം നയിച്ചാൽ ജീവിത നിഹത്തിലും പരത്തിലും വിജയകരമായി തീരും എന്ന സന്ദേശമാണ് എനിക്ക് എൻ്റെ മനസ്സിനെ വളരെ സ്വാധീനിച്ച ഒരു കാര്യമാണ്. അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തതാണ്. ഞാനും നിങ്ങളും എല്ലാ ദിവസവും സൂറത്ത് വാഖിഅ ഓതാറുണ്ട്, അല്ലെ? സൂറത്ത് വാഖിഅ ഓതാത്തവരായി മിഷ്കാത്തിൽ ആരും ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന്റെ ഭൗതിക ഗുണങ്ങൾ ഏകദേശം എല്ലാവർക്കും അറിയാം. അത് ഓതിയാൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അറിയാം. പക്ഷെ അത് ആ പറഞ്ഞ ഗുണഗണങ്ങളൊക്കെ എപ്പോഴാണ് സ്വായത്തമാക്കുന്നത് എന്നിടത്താണ് വിജയം. ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ 100% ലഭിക്കുന്നത്. അതിനകത്ത് ആദ്യം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇദാ വഖഅത്തിൽ വാഖിഅ, മഹാസംഭവം, എന്താണ് ആ മഹാസംഭവം എന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ചിട്ടാണ്. മഹാസംഭവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അനിൻ നബഇൽ അദീം, മഹത്തായ വൃത്താന്തം അഥവാ ഖിയാമത്ത് നാളിനെ കുറിച്ചാണ് പറയുന്നത്. ആ ഖിയാമത്തിന്റെ വേദിയിൽ മനുഷ്യർ 3 സെക്ഷനായി തിരിക്കുമെന്ന് അള്ളാഹു പറഞ്ഞു. കുൻതും അസ്വാജൻ സലാസ, നിങ്ങൾ 3 വിഭാഗമായിരിക്കുമെന്ന്. ആദം നബി അലൈഹിസ്സലാം തൊട്ട് ഖാത്തിമുൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള മുഴുവൻ ഉമ്മത്തും മുഴുവൻ മനുഷ്യരും അവരെ 3ആയിട്ട് അള്ളാഹു വിഭജിക്കും. അതിൽ ഒന്നാമത്തെ വിഭാഗം സാബിക്കീങ്ങളാണ്, രണ്ടാമത്തെ വിഭാഗം അസ്ഹാബുൽ യമീനാണ്, മൂന്നാമത്തെ വിഭാഗം അസ്ഹാബു ഷിമാലാണ്. അപ്പോ ഈ സാബിക്കീങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ സ്ഥാനം നേരെ അർഷിന്റെ നേരെ താഴെയാണെന്നും അതിന്റെ വലതുവശത്തായിട്ടാണ് അസ്ഹാബുൽ യമീനുകൾ നിൽക്കുന്നതെന്നും അതിന്റെ ഇടതുവശത്തായിട്ടാണ് അസ്ഹാബു ഷിമാല്. അപ്പോ നമുക്ക് ഇന്ന് അസ്ഹാബുൽ യമീനും അസ്ഹാബു ഷിമാലും ഒന്ന് ചർച്ച ചെയ്യാം. അവരെങ്ങനെയുള്ളവരാണ്, അവരുടെ അടയാളങ്ങൾ എന്താണ്? നമ്മൾ എന്തായാലും ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്താണ്. അതിലൂടെ അസ്ഹാബുൽ യമീനിലാണോ ഞാൻ? അത് ഇത് മനസ്സിലാക്കി കഴിയുമ്പോ ഇന്നത്തെ മഗ്‌രിബിന് ശേഷം അത് ഓതുമ്പോ അള്ളാഹുവേ അസ്ഹാബുൽ യമീനിലേക്ക് എത്തപ്പെടാൻ എൻ്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ഒന്ന് വിചിന്തനം ചെയ്യുക. അതുപോലെ അത് ഓതിന്റെ തൊട്ട് പുറകെ അസ്ഹാബു ഷിമാലിനെ പറ്റി പരാമർശിക്കുമ്പോ പഠിച്ചവനെ, ഇതിലേക്ക് പോകാനും മാത്രം ഞാൻ മോശക്കാരിയാണോ എന്നും കൂടി വിശകലനം ചെയ്ത് ആത്മാർത്ഥമായും പ്രാർത്ഥിച്ചും തിരുത്തിയും ഒക്കെ നമുക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാം. അതിൽ അസ്ഹാബുൽ യമീൻ എന്ന് വെച്ച വലതുപക്ഷക്കാർ, അസ്ഹാബുൽ മൈമന എന്നാണ് വലതുപക്ഷക്കാർ. അസ്ഹാബു മഷ്അമ അഥവാ അസ്ഹാബു ഷിമാലുകാരെന്ന് പറയുന്നത് ഇടതുപക്ഷക്കാർ, പൂർണ്ണ പരാജിതർ, പരിപൂർണമായും പരാജയപ്പെടുന്നവരാണ് അസ്ഹാബുൽ മഷ്അമ എന്ന് പറഞ്ഞ വിഭാഗം അഥവാ അസ്ഹാബു ഷിമാലുകാര്. അസ്ഹാബുൽ യമീൻ, അസ്ഹാബുൽ മൈമന എന്ന് പറയുന്ന വിഭാഗം വിജയികളായ ആളുകളെ കുറിച്ചാണ്. പിന്നെ സാബിക്കൂൻ എന്ന് പറഞ്ഞാൽ പടച്ചവനെ, എന്താണ് അവരുടെ ഒരു മഹത്വം? അസ്സാബിഖൂൻ അസ്സാബിഖൂൻ,
മുന്നേറിയവർ മുന്നേറിയത് തന്നെ. എത്രയോ സ്ഥലത്ത് അള്ളാഹു പറയും, അവരുടെ ജീവിതം കണ്ടാലറിയാം, അവരുടെ ജീവിതം കണ്ടാലറിയാം മുന്നേറ്റത്തിനുള്ള അവരുടെ ജീവിതം, വിജയം കാംക്ഷിച്ച് വിജയം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള അവരുടെ ജീവിതം. അൽഹംദുലില്ലാഹ്, അള്ളാഹു നമ്മളെ ആ കൂട്ടത്തിലൊക്കെ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നമുക്കിന്ന് അസ്ഹാബുൽ യമീനും അസ്ഹാബുൽ ഷിമാലും ചർച്ചയ്ക്കെടുക്കാം. അതിനകത്ത് അസ്ഹാബുൽ യമീന്റെ അടയാളങ്ങൾ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നുണ്ട്. അസ്ഹാബുൽ ഷിമാലിന്റെ ആൾക്കാരുടെ അടയാളവും പറഞ്ഞു തരുന്നുണ്ട്. അതിൽ അസ്ഹാബുൽ യമീന്റെ ആൾക്കാർക്ക് ഒന്നാമതായിട്ടുള്ളത്, അവർ ഭൗതിക കാര്യങ്ങൾക്ക് മിതമായ ആഗ്രഹവും മിതമായ ആഗ്രഹമുള്ളവരാണ്. എന്നാൽ ആഖിറത്തിന്റെ കാര്യങ്ങളിൽ അമിതമായ ആഗ്രഹം, വളരെയധികം ആഗ്രഹമുള്ളവരാണ്. ഇതാണ് ഒന്നാമത്തെ അടയാളമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഞാനും നിങ്ങളും കോറിയിടണം. എന്ന് വെച്ചാൽ ദുനിയാവിന്റെ കാര്യങ്ങൾക്ക്, ദുനിയവിയായ കാര്യങ്ങളുടെ കാര്യത്തിൽ അവർക്ക് ആഗ്രഹമില്ല എന്നല്ല, ആവശ്യത്തിന് ആഗ്രഹമുണ്ട്. അത്യാഗ്രഹം എന്ന് പറയുന്നത് അസ്ഹാബ് ഷിമാലിന്റെ ആളുകളാണ്. മതിവരാത്തൊരു കൽബ്, വല്ലാത്തൊരു കൊതി, എന്തിനോടും അത്യാഗ്രഹം. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറേ. പക്ഷെ അസ്ഹാബുൽ യമീന്റെ ആ വിജയം വരിക്കുന്ന ജീവിതം നയിക്കുന്ന ആളുകളുടെ അടയാളമായി പറയുന്നത് എന്താണ്? അവർക്ക് മിതമായ ആഗ്രഹം, എല്ലാത്തിനും ദുനിയാവിന്റെ കാര്യത്തിലൊക്കെ അത്യാവശ്യത്തിന് പക്ഷെ അതിൽ ഏറെ ആഗ്രഹം അവർക്ക് പരലോകത്തിന്റെ വിഷയത്തിലേക്ക്, ഐഹിക ലോകത്തിന്റെ അലങ്കാരങ്ങൾ സ്വായത്തമാക്കുന്നതിന്റെ അപ്പുറം അവർ പാരത്രിക ജീവിതത്തിന്റെ വിജയങ്ങളെ കാംക്ഷിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നവരാണെന്നാണ് അവരെ പറ്റി വിശുദ്ധ ഖുർആൻ അടയാളപ്പെടുത്തിയത്. അതാണ് ഒന്നാമത്തെ അടയാളം. രണ്ടാമത്തേത് ഇബാദത്തും ഖുർആൻ പാരായണവും ധാരാളമാക്കും അവര്. അള്ളാഹുവിന് ആരാധന ചെയ്യുന്ന വിഷയത്തിൽ അവർ എല്ലാ കാര്യവും പ്രതിഫലാർഹമായി ഇബാദത്താക്കി മാറ്റും. രാവിലെ ഉറക്കത്തിൽ എണീക്കുന്നിടം തൊട്ട് ഉറങ്ങാൻ കിടക്കറയിലേക്ക് പോകുന്നത് വരെയുള്ള സമയത്തുള്ള അവരുടെ കർമ്മങ്ങൾ ഇബാദത്താക്കി അള്ളാഹുവിനുള്ളതാക്കി തീർക്കും അവർ എന്നുള്ളതാണ് എല്ലാ കാര്യവും. അതുപോലെ തന്നെ ഖുർആൻ പാരായണം അവർക്ക് വല്ലാത്തൊരു ഇഷ്ടമുള്ള കാര്യം. ഖുർആൻ പാരായണം, പഠനം, അന്വേഷണം, അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കൽ, ഇത് അസ്ഹാബുൽ യമീന്റെ ഒരു പ്രത്യേകതയാണ്. പ്രത്യേകിച്ചും പ്രഭാതത്തിലെ ഖുർആൻ പാരായണം. ഖുർആനിൽ തന്നെ ഇന്നൽ ഖുർആന ഫജ്രി കാന മശ്ഹൂദ, പ്രഭാതത്തിലെ ഖുർആൻ പാരായണം അള്ളാഹുവിന്റെ സാക്ഷിയാക്കപ്പെടുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ അറിയിക്കുന്നുണ്ട്. അപ്പോ അതെങ്ങനെയാ പ്രവാചകരെ അത് സാക്ഷിയാക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ ദുനിയാവിലെ നൈറ്റ് ഡ്യൂട്ടിക്ക്, രാത്രിയിലെ കാര്യങ്ങളെല്ലാം നിർവഹിക്കാനായിട്ട് അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ഈ ദുനിയാവെമ്പാടും അള്ളാഹുവിന്റെ ആജ്ഞപ്രകാരം മലക്കുകൾ സജീവമായി ഇവിടെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പകലിലെ കാര്യങ്ങൾ മുഴുവനും ചെയ്തു തീർക്കാൻ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അള്ളാഹുവിന്റെ മലക്കുകൾ ഈ ദുനിയാവിൽ ഉണ്ടെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നുണ്ട്. മലക്കുകളിലെ വിശ്വാസം, ഈമാൻ കാര്യം പഠിക്കുമ്പോൾ അത് വിശദമായിട്ട് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പോ ഈ സുബഹിയുടെ സമയത്ത് നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞിട്ട് മലക്കുകൾ തിരിച്ച് ആകാശത്തേക്ക് പോകുന്ന ഒരു സമയമാണ്. അതോടൊപ്പം തന്നെ ഡേ ഡ്യൂട്ടിക്കായിട്ട് മലക്കുകൾ ഇറങ്ങുന്ന സമയമാണ്. ആ സമയത്ത് നമ്മൾ ഇരുന്ന് ഖുർആൻ ഓതുന്നത് ഈ രണ്ട് മലക്കുകളാലും സാക്ഷിയാക്കപ്പെടും. ഇന്നൽ ഖുർആന ഫജ്രി കാന മശ്ഹൂദ. അത് മാത്രമല്ല, പ്രഭാതത്തിലെ ഖുർആൻ, നിങ്ങൾ പ്രഭാതത്തിൽ നമ്മൾ അധിവസിക്കുന്ന നമ്മുടെ വീടിന്റെ പരിസരത്തേക്കൊന്ന് നമ്മൾ ദൃഷ്ടി പായിച്ചാൽ പലതരത്തിലുള്ള കളകൂജനങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് വിവിധ തരം പക്ഷികളും മൃഗങ്ങളും ഒച്ചയുണ്ടാക്കുന്ന, സ്വരമിടുന്ന ഒരു പ്രതിഭാസം ഞാനും നിങ്ങളും കാണാറുണ്ട്. പ്രത്യേകിച്ച് മാവും പേരെയൊക്കെ വീടിന്റെ ചുറ്റും ഉണ്ടെങ്കിൽ അതിനകത്തൊക്കെ ഇരുന്ന് കിളികൾ പലതരത്തിലുള്ള സ്വരം, അത് വെറുതെ കലവില കൂടുകയല്ല, സൃഷ്ടാവിന്റെ സുന്ദര നാമങ്ങളിൽ ഒന്നിനെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ പ്രകൃതിയിലെ മുഴുവൻ വസ്തുക്കളും. ഖുർആൻ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ഓതുന്ന ഖുർആൻ പാരായണോ അന്തരീക്ഷത്തിൽ ലയിച്ചു ചേരുന്ന ഒരു ആനന്ദമുള്ള വല്ലാത്തൊരു അനർഘ നിമിഷമാണ്. അസ്ഹാബുൽ യമീന്റെ ആൾക്കാർ നിത്യവും ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്, അതനുസരിച്ച് ജീവിക്കുന്നവരാണ്. സഹോദരിമാരെ, മൂന്നാമതായിട്ട് പറയുന്നു, അവർ പ്രയോജനമില്ലാത്ത വർത്തമാനങ്ങൾ
ഉപേക്ഷിക്കുന്നവരാണ്. പ്രയോജനമില്ലാത്ത വർത്തമാനം. വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ എന്നുള്ളതാണ്. അതിന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ഇർഹംനി ബിതർക്കിൽ മആസി അബദം മാ അബ്ഖൈതനി വർഹംനി അൻ അതകല്ലഫ മാ ലാ യഈനിനി വർസുഖ്നി ഹുസ്നൻ നളിരി ഫീമാ യുർലീക അന്നി എന്നൊരു പ്രാർത്ഥന നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, എനിക്ക് പ്രയോജനമില്ലാത്ത കാര്യങ്ങളിൽ വെറുതെ സമയം പാഴാക്കി കളയാൻ്റെ വർത്തമാനം, ചിന്ത, അതുപോലെ തന്നെ പ്രവർത്തനങ്ങള്, വേസ്റ്റ് കാര്യമാണെങ്കിൽ പടച്ചവനെ അതിൽ അങ്ങനെ ഒന്നും എന്റെ സമയം പാഴാക്കാതിരിക്കാൻ എനിക്ക് നീ പ്രൊട്ടക്ഷൻ നൽകണേ പടച്ചവനെ, സംരക്ഷണം നൽകണേ. നിന്റെ ഇഷ്ടങ്ങളെ നന്നായി കണ്ടറിഞ്ഞ് മനസ്സിലാക്കി സമയം പ്രയോജനപ്രദമാക്കാൻ എനിക്ക് നീ തൗഫീഖ്. നല്ലൊരു ദുആയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ ഇട്ടു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അതെല്ലാവരും ചൊല്ലിയാൽ പ്രയോജനമില്ലാത്ത കാര്യങ്ങളിൽ നിന്നും സമയം ലാഭമാക്കാൻ, പ്രയോജനമുള്ള കാര്യങ്ങളിലോട്ട് ശ്രദ്ധയെ തിരിക്കാൻ, സമയം ചിലവഴിക്കാനുള്ള ഭാഗ്യം കിട്ടും. അസ്ഹാബുൽ യമീന്റെ ആൾക്കാർ പ്രയോജനമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും പോത്തില്ല. അത് വർത്തമാനമായാലും പ്രവർത്തനങ്ങളായാലും ചിന്തയായാലും. തന്നെയുമല്ല, രണ്ട് കാര്യങ്ങളിൽ മുഅ്മിനീങ്ങൾക്ക് നിയന്ത്രണം വേണമെന്ന് പറയുന്ന സമയ നിയന്ത്രണമാണ്. ഒന്ന്, സമയം നിയന്ത്രിക്കണം, മനസ്സിലായില്ലേ? അത് വേണ്ടാത്ത കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ച് പാഴാക്കി കളയരുതെന്നുള്ളതാണ്. അപ്പോ അള്ളാഹു വിശുദ്ധ ഖുർആൻ അസ്ഹാബുൽ യമീന്റെ ക്വാളിറ്റീസ് പറഞ്ഞതിനകത്തും അവരുടെ അടയാളം പറഞ്ഞ് അവർ പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നവരാണ്. നാലാമത്തേത്, അവർ ശ്രദ്ധയോടെ ഭക്തിയോടെ കൃത്യസമയത്ത് നമസ്കരിക്കുന്നവരാണ്. ശ്രദ്ധയോടെ തഹജ്ജുദ് നമസ്കരിച്ച് പ്രാർത്ഥനയും കീർത്തനമായിട്ട് സുബഹിയുടെ വാങ്ക് കേൾക്കാൻ ഇങ്ങനെ കാത്തിരിക്കവര്. അതേപോലെ തന്നെ ലുഹറിന്റെ സമയം എന്ന് പറയുന്നത് അത്യാവശ്യം തിരക്കുള്ള സമയമാണ്. അടുക്കള, പാചകം, ബിരിയാണി, ചോറ്, ഇതിന്റെ ഇടയിലും ഹയ്യ അലസ്സലാ എന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ജോലിയും അവിടെ ഇട്ടിട്ട് അവരുടെ മനസ്സ് വെമ്പും. അത് വേഗം പോയി നമസ്കരിക്കുക. അങ്ങനെ അസറിന്റെ സമയത്താണ് കിടന്ന് ഇത്തിരി ഉറക്കത്തിലാണെങ്കിലും ബാങ്ക് കേട്ടാൽ പിന്നെ ആ ഉറക്കത്തിലൊരു സുഖം ഉണ്ടാവത്തില്ല. എഴുന്നേറ്റ് നമസ്കരിക്കുന്നവരാണ്. ഇങ്ങനെ എല്ലാ വക്കത്തും ഇഷ ആണെങ്കിലും അങ്ങനെ തന്നെ. എല്ലാ ജോലിയും ഒതുക്കിയിട്ട് അവസാനം വന്നല്ല ഇഷ നിസ്കരിക്കുന്നത്. കൃത്യമായിട്ട് നമസ്കരിച്ചിട്ടാണ് വീണ്ടും അടുക്കളയിൽ പണി ഉണ്ടെങ്കിൽ പോകുന്നത്. ഇങ്ങനെ കൃത്യമായിട്ട് ഭക്തിയോടെ ശ്രദ്ധയോടെ അള്ളാഹുവിന്റെ മുമ്പിലുള്ള മുനാജാത്താണ്, ഞാൻ എൻ്റെ നാഥനുമായി സംസാരിക്കുകയാണ് എന്നുള്ള നിലക്ക് നമസ്കാരത്തിൽ വളരെ ഭക്തി തഖ്വ പുലർത്തി നമസ്കരിക്കുന്ന അസ്ഹാബുൽ യമീന്റെ ആൾക്കാർ, അവരുടെ നമസ്കാരം കണ്ടാൽ അറിയാം അവർ വലതുപക്ഷക്കാരാണ്. അവരുടെ അടുത്ത് ഇത് നമസ്കരിച്ചാൽ തന്നെ നമുക്ക് നിസ്കാരത്തിൽ ഭക്തി തോന്നും. മനസ്സിലായില്ലേ? അസ്ഹാബുൽ യമീന്റെ ആൾക്കാരുടെ ഖുർആൻ പാരായണം കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് വിജയിച്ച ആളുകളാണ്, വലതുപക്ഷക്കാരാണെന്ന്. കാരണം അവരുടെ ഓത്ത് കേൾക്കുമ്പോൾ നമുക്കറിയാതെ തന്നെ, ഹറമിലൊക്കെ പോകുമ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ, റബ്ബെ നമുക്ക് അർത്ഥം അറിയത്തില്ലെങ്കിൽ പോലും നമുക്ക് കേൾക്കുമ്പോൾ കരച്ചിൽ വരും ഓതല് കേൾക്കുമ്പോൾ, അല്ലെ? നല്ല അതുപോലെ തന്നെ ഏത് ഹറമിൽ തന്നെ പോകണമെന്നില്ല, കേരളക്കാരിൽ നല്ല തക്കവയുള്ളവരുടെ പുറകെ നിസ്കരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും, അല്ലെ? അപ്പോ ഇതിനകത്ത് പറയും നമസ്കാരം കൃത്യസമയത്ത് ഭക്തിയോടെ ശ്രദ്ധിച്ച് നിർവഹിക്കുന്നവരാണ് അസ്ഹാബുൽ യമീന്റെ ആൾക്കാർ. ഇനി അടുത്തതാണ്, ആറാമത്തെ വിഷയമാണ് പിന്നെ അവർ ഹറാമായ, അഞ്ചാമത്തെ കാര്യം, ഹറാമായ കാര്യങ്ങൾ എത്ര ചെറുതാണെങ്കിലും അവർ അത് ഉപേക്ഷിക്കും. ഹറാമിന്റെ വിഷയം വരുമ്പോ അത് കുഴപ്പമില്ല, അത് ചെറുതല്ലേ, 1,00,000 രൂപയ്ക്ക് 1000 രൂപയുള്ളൂ പലിശ, 500 ഉറുപ്പ്യ ഉള്ളൂ, ഇല്ല അത് വേണ്ട എന്ന് തന്നെ വെക്കും. ആ ഹറാമായ പൈസ നമുക്ക് വേണ്ട, ആ ഹറാം. അങ്ങനെ എല്ലാ കാര്യത്തിലും ചെറിയ ചെറിയ കാര്യങ്ങളിലാണെങ്കിൽ ഹറാം കലർന്നതാണെങ്കിൽ അവർ അത് ഹറാം എന്ന് കണ്ടാൽ, അള്ളാഹു വെറുക്കപ്പെട്ടതാണെന്ന് കണ്ടാൽ അവരുടെ ഹൃദയത്തിനകത്തൊരു വെറുപ്പുണ്ടാകും. ഇനി അവരുടെ വീട്ടിലുള്ള ആരെങ്കിലും, അത് ഭർത്താവാകാം, ചിലപ്പോൾ മക്കളാകാം, ആ ഹറാം ചെയ്യുമ്പോൾ ഇവരുടെ ഉള്ളങ്ങ് പുകച്ചിലെടുക്കും. മറിച്ച് അതിനകത്തെല്ലാം അറ്റൻഡ് ചെയ്തെല്ലാം എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞിട്ട് അത് ആസ്വദിക്കലല്ല, അത് ആസ്വദിക്കാതെ മാറി നിന്ന് അവർ ടെൻഷൻ അനുഭവിക്കും. അള്ളാഹു എന്നെ ശിക്ഷിക്കല്ലേ, ഞാനിതിൽ പങ്കാളിയല്ലട്ടോ എന്ന് അള്ളാഹിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഹറാമായ കാര്യം എത്ര ചെറുതാണെങ്കിലും ഉപേക്ഷിക്കുന്നവരാണ് അസ്ഹാബുൽ യമീന്റെ ആൾക്കാർ. അടുത്തതാണ്, അസ്ഹാബുൽ യമീന്റെ ആൾക്കാർ സജ്ജനങ്ങളുമായുള്ള സഹവാസം അവർ തിരഞ്ഞെടുക്കും. നല്ല കൂട്ടുകാരുമായിട്ടുള്ള നല്ല സഹവാസം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നുണ്ട്, നീ ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളാണെന്ന് നിന്റെ ചുറ്റുമുള്ള ആൾക്കാരെ നോക്കി ഒരു വ്യക്തിയെ അളക്കാൻ അവൻ സഹവസിക്കുന്ന അവന്റെ സഹകാരികൾ ഇങ്ങനെയുള്ളതാണെന്നും അനുമാനിക്കുമ്പോൾ അവൻ ഇന്ന ഗണം. അതുകൊണ്ട് മക്കൾക്കൊക്കെ വിവാഹം എടുക്കുമ്പോൾ ആ കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ, ഉമ്മാന്റെയും അപ്പന്റെയും കുടുംബമല്ല, ആ കുട്ടി സഹകരിക്കുക, ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ ചെക്കൻ, ആ പയ്യൻ സഹകരിക്കുന്ന അവന്റെ സഹകാരികളെ നോക്കി തന്നെ ആ കുട്ടി, ആ പെണ്ണിനെ, ആ ആണിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ അസ്ഹാബുൽ യമീൻ വലതുപക്ഷക്കാരായ ആളുകൾ സജ്ജനങ്ങളുമായുള്ള സഹവാസം തിരഞ്ഞെടുക്കും. ആരെ കാണുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ വരുന്നു, ആരുടെ വർത്തമാനം കൊണ്ട് നിന്റെ ദീനുൽ ഇസ്ലാമിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നുവോ, നിന്റെ ഇഹ്സാനിലും ഈമാനിലും തഖ്വാബോധത്തിനും വർധന ഉണ്ടാകുന്നുവോ, അവരാണ് സജ്ജനങ്ങൾ, നല്ല കൂട്ടുകാർ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള കൂട്ടുകാരുമായിട്ട് നല്ല ബന്ധം പുലർത്തും അസ്ഹാബുൽ യമീന്റെ ആൾക്കാർ. സഹോദരിമാരെ, അടുത്ത ഏഴാമത്തേതാണ്, അവർ വിനയമുള്ളവരായിരിക്കും. വിനയം ഒരു അഴകാണ്, ഒരു അഴകാണ്. നല്ല അഴകെന്ന് നമ്മൾ ചില കുട്ടികളെയൊക്കെ കാണുമ്പോൾ, കുഞ്ഞു പൈതങ്ങളെ കാണുമ്പോൾ 3-4 നല്ല അഴകുണ്ടല്ലേ കുട്ടീനെ കാണാൻ, എന്ത് ഖുബ്സൂറത്ത് നമ്മൾ പറയും. അസ്ഹാബുൽ യമീന്റെ ആൾക്കാർക്ക് വിനയമുണ്ട്. വിനയം ഉണ്ടായാലാണ് എല്ലാ ഇബാദത്തും ഭംഗിയാകുന്നത്. ഒരു ദീന്റെ വിഷയം തന്നെ സംസാരിക്കുമ്പോൾ വിനയമുള്ളവരുടെ വാക്കുകൾക്ക് ഒരു നല്ല ഭംഗിയാണത്. വിനയമുള്ളവരുടെ നമസ്കാരത്തിന് ആ നിപ്പും മട്ടും എല്ലാം കണ്ടാൽ തന്നെ നമുക്ക് അത് അവരുടെ ഓത്ത് കേട്ടാൽ അറിയാം, അവരുടെ നോമ്പ് പിടുത്തം കണ്ടാൽ, അവരുമായിട്ടുള്ള ഹജ്ജ് യാത്ര, ഉംറയുടെ യാത്ര ഒന്നും വേണ്ട, നിസ്സാരമായ ഒരു സാധാരണ യാത്രയിലും വിനയമുള്ളവരുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് നല്ല യാത്ര അനുഭവമായിരിക്കും. അതിന് ഓപ്പോസിറ്റ് ആകുമ്പോൾ തന്നെ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും, എന്തൊക്കെ സൽക്കർമ്മം ചെയ്യുമെന്ന് പറഞ്ഞാലും വിനയം ഇല്ലാതായി പോയാൽ തീർന്നു പരിപാടി. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇവർ വിനയമുള്ളവരായിരിക്കും, പ്ലസ് അഹങ്കാരമില്ലാത്തവരുമായി. അഹങ്കാരം അവരിൽ ഉണ്ടാവുകയില്ല. അസ്ഹാബുൽ യമീന്റെ ആൾക്കാർ അഹങ്കാരം എന്ന് വെച്ചാൽ സത്യത്തെ നിഷേധിക്കലും മറ്റുള്ളവരെ ഇൻസൾട്ട്, ഈ 2 സ്വഭാവം അവർക്കില്ല. അസ്ഹാബുൽ യമീന്റെ ആൾക്കാർക്ക് സത്യമായൊരു കാര്യം കേട്ടാൽ അത് അപ്പാടെ പിൻപറ്റും. അള്ളാഹു പറഞ്ഞതാണോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യപ്പെടുത്തിയതാണോ, ഓക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ ജീവിതത്തിൽ ഫോളോ അപ്പ് ചെയ്യും. അതുപോലെ മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യുന്ന സ്വഭാവം, കൊച്ചാക്കുന്ന സ്വഭാവം, അള്ളാഹു കാത്തിരക്ഷിക്കും. ഈ കൂട്ടർക്ക് ആ 2 സ്വഭാവം ഉണ്ടാവില്ല. അവർ വിനയമുള്ളവരായിരിക്കും, അഹങ്കാരമില്ലാത്തവരുമായിരിക്കും. ഇനി അടുത്തത് പറയുകയാണ്, ധർമ്മിഷ്ഠനും ഔദാര്യവാനുമായിരിക്കും. ഔദാര്യമുള്ളവരായിരിക്കും, ധർമ്മിഷ്ഠരായിരിക്കും അവർ. സഹോദരിമാരെ, അത് മഹത്തായ ഒരു ഗുണമാണ്. ധർമ്മിഷ്ഠരും ഔദാര്യമുള്ളവരുമായിരിക്കും. ധർമ്മിഷ്ഠനായ ഒരു ജാഹില് അള്ളാഹുവിന്റെ അടുക്കൽ ലുബ്ധനായ ആബിദിനേക്കാൾ പ്രിയങ്കരനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഒരുപാട് ഇബാദത്ത് ചെയ്യും, പക്ഷെ ധർമ്മം ചെയ്യുന്ന വിഷയത്തിൽ പിശുക്ക് വന്നാൽ അവനേക്കാൾ ഇഷ്ടം അള്ളാഹുവിന് ധർമ്മം ചെയ്യുന്ന ഫാസിക്കിനെയാണ്. അവൻ കാപട്യം മറ്റുള്ളവരെ കാണിക്കാനാണ് ചെയ്യുന്നത്, പക്ഷെ അവൻ യഥേഷ്ടം ധർമ്മം ചെയ്യുന്നുണ്ട്. പക്ഷെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ആബിദിനേക്കാൾ അള്ളാഹ്ക്ക് ഇഷ്ടം ആ ധർമ്മം ചെയ്യുന്ന ഫാസിക്കിനെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. പിന്നീട് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർഹിക്കുന്ന സമയത്ത് ഒരാള് വല്ലാത്തൊരു നിസ്സഹായ അവസ്ഥ, ഗതികെട്ടിട്ട് നിസ്സഹായ അവസ്ഥയിൽ നിന്റെ മുമ്പിൽ സഹായത്തിന് അവൻ അർഹനാണെന്ന് ബോധ്യപ്പെട്ടാൽ, അവൻ 100% ഞാൻ ഈ കൊടുക്കുന്ന ധർമ്മത്തിന് അർഹനാണ്, അവൻ നിസ്സഹായനാണ്. ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന ധർമ്മം, അത് നാണയത്തുട്ടാകാം, കറൻസി ആകാം, സ്വർണമാകാം, എന്തുമാകാം, അത് ലോകരക്ഷിതാവിന്റെ ഖജനാവിൽ നീ നിക്ഷേപിക്കുന്ന വൻ നിക്ഷേപമാണ്. ഒരു മനുഷ്യൻ നിസ്സഹായാവസ്ഥയിൽ അങ്ങേയറ്റം ഗതികെട്ട് നിന്റെ മുമ്പിൽ വരുന്നു, അവൻ സത്യസന്ധമായ വരവാണ് വരുന്നതെങ്കിൽ അവന് നീ നൽകുന്ന എന്തുമായിക്കൊള്ളട്ടെ, അത് ലോകരക്ഷിതാവിന്റെ മഹത്തായ അർശിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിന്റെ ഖജനാവിൽ നീ നിക്ഷേപിക്കുന്ന വലിയ നിക്ഷേപമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അസ്ഹാബുൽ യമീൻ ആൾക്കാർ ധർമ്മിഷ്ഠനാണ്, ഔദാര്യവാനാണ്. ഔദാര്യം ചെയ്യുന്ന എന്ത് കാര്യത്തിനും അവർ ബോണസാണ്. വീട്ടിലെ സെർവന്റിന് ഫിക്സഡ് ആയിട്ട് ഒരു 10,000 രൂപ സാലറി പറഞ്ഞിട്ടുണ്ട്. എന്നാലും അവരെന്തെങ്കിലും ഇടയ്ക്ക് ചെയ്യുമ്പോൾ അവർക്ക് കൂടുതലായി കൊടുക്കും. എവിടെയെങ്കിലും അവരതൊന്നും അവർക്ക് കരാറിലുള്ളതല്ല, പക്ഷെ അവർക്ക് എല്ലാം
അവരുടെ മേൽ ഔദാര്യം. നമ്മൾ മക്കൾ വരുമ്പോൾ വീട്ടിൽ ഉമ്മക്ക് എന്ത് വേണം എന്ന് ചോദിക്കുമ്പോൾ മോളെ വീട്ടിൽ നിൽക്കുന്ന താത്താക്ക് അതും കൂടി കൊണ്ടുവരണേ, ഇതും കൂടി കൊണ്ടുവരണേ. അങ്ങനെ അതൊരു ഔദാര്യ മനസ്സാണ്. അസ്ഹാബുൽ യമീന്റെ ആൾക്കാർ ഉദാരതയുള്ള ഔദാര്യമുള്ള മനസ്സുള്ളവരായിരിക്കും. അതുപോലെ തന്നെയാണ് 9ാമത്തെ അവരുടെ അടയാളം, അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളോട് അവർ കരുണയുള്ളവരായിരിക്കും. അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളോട്, മനുഷ്യരോട് മാത്രമല്ല ജീവനുള്ള എല്ലാ ജീവജാലങ്ങളോടും. വീട്ടിൽ നട്ടു വളർത്തുന്ന ചെടി എവിടെയെങ്കിലും 2 ദിവസം ടൂറ് കഴിഞ്ഞ് വരുമ്പോ ഉഷ്ണിച്ച് വന്ന് കയറുമ്പോ വന്നപാടെ നാരങ്ങ വെള്ളവും ജ്യൂസും കുടിക്കുമ്പോൾ മുറ്റത്ത് അള്ളാഹ് പഠിച്ചവനെ അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യുന്ന ചെടികളാണ് നിൽക്കുന്നത് കണ്ടില്ലേ. ആ ചെടി കരിഞ്ഞ്, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്, ചെടി കരിഞ്ഞ് നിൽക്കുന്നതാണോ, അതിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടേ വിശ്രമിക്കാൻ പിന്നെ മനസ്സ് വരുന്നു. അതൊരു ഒരു സൃഷ്ടികളോട്, ആ സൃഷ്ടിജാലത്തിനുള്ള, ആ വൃക്ഷത്തിനുള്ള കാരുണ്യമുള്ള ഒരു മനസ്സാണ്. എല്ലാ ജീവജാലങ്ങളോടും എല്ലാത്തിനോടും ജാതി മത വ്യത്യാസമില്ലാതെ സഹകാരികളോടെല്ലാം കരുണയുള്ള ഒരു മനസ്സാണ് അസ്ഹാബുൽ യമീന്റെ ആൾക്കാർക്ക്. ഇനി 10ാമത് അവരുടെ ഒരു ക്വാളിറ്റി പറയുന്നത്, അവർ സൃഷ്ടികൾക്ക് ഉപകാരം എത്തിക്കുന്ന വിഷയത്തിൽ മുൻപന്തിയിലായിരിക്കും. സൃഷ്ടികൾക്ക് ഉപകാരം എത്തിക്കുന്നവരായിരിക്കും. ഇരിക്കുമ്പോ മറ്റുകൾ വരുമ്പോ പഠിച്ചവന് ഇതിനകത്ത് അന്ന ആൾക്ക് ഇന്നത് കൊടുക്കണം. നമ്മള് ജീവിതയാത്രയിൽ കാണുകയാണ്, ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ ചെന്നപ്പോ അവര് മിക്സി ഇല്ലാതെ അമ്മിമേൽ അരക്കുന്നു. കല്ലിനകത്ത് കുത്തിപ്പിഴിഞ്ഞ് യൂട്രസ് ഒക്കെ കഷ്ടപ്പാടാണ് ശാക്കര. പക്ഷെ എന്ത് ചെയ്യാനാ, ഒരു മിഷ്യൻ വാങ്ങിക്കാനുള്ള പൈസ ഇല്ല. കുട്ടികളെ പഠിപ്പിക്കുവോ മിഷ്യൻ വാങ്ങിക്കുവോ, അതുകൊണ്ട് എനിക്ക് വയ്യാതാണെങ്കിലും തുണികൾ. ഇത് കേൾക്കുമ്പോ മനസ്സിലൊരു വെമ്പൽ, എന്നാ ഇവർക്കൊരു മിഷ്യൻ വാങ്ങിച്ചു കൊടുക്കാം, ഇവർക്കൊരു മിക്സി വാങ്ങിച്ചു കൊടുക്കാം, ഇവർക്കൊരു വാട്ടർ ബെഡ് വാങ്ങിച്ചു കൊടുക്കാം. അപ്പൊ സൃഷ്ടികൾക്ക് ഉപകാരം എത്തിക്കുന്ന ഒരു നല്ല മനസ്സ് അസ്ഹാബുൽ യമീന്റെ അടയാളത്തിൽപ്പെട്ടതാണ്. ഇനി അവസാനമായി അവരെ പറ്റി പറയുന്നു, അവർ മരണത്തെക്കുറിച്ച് അധികമായി ഓർമ്മിക്കുന്നവരാണ്. 11ാമത്തെ അവരുടെ അടയാളം, അവർ മരണത്തെക്കുറിച്ച് അധികമായി ഓർക്കുന്നവരാണ്. സഹോദരിമാരെ, ഈ 11 ക്വാളിറ്റിയിലെ അടയാളങ്ങളിൽ എന്തൊക്കെയാണ് നമുക്കുള്ളതെന്ന് നമ്മൾ മറ്റൊരാളുടെ ഇതിലോട്ടല്ല, നമുക്ക് എന്തൊക്കെയുണ്ടെന്നുള്ളതാണ് ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുക. അവർ ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് മിതമായ ആഗ്രഹമുള്ളവരും ആഖിറത്തിന്റെ കാര്യത്തിൽ അമിതമായ താല്പര്യമുള്ളവരുമാണ്. 2ാമത്തേത്, അവർ ഇബാദത്തിലും മുഴു ജീവിതവും ഉറക്കത്തിൽ എഴുന്നേറ്റ് ഉണരുന്നിടം തൊട്ട് വീണ്ടും കിടക്കറയിലേക്ക് പോകുന്ന നിമിഷം വരെ ഉള്ള ഏത് കർമ്മ ഇബാദത്താക്കി മാറ്റാൻ ഉത്സാഹിക്കുന്നവരും ഖുർആൻ പാരായണത്തിൽ ഉത്സാഹമുള്ളവരും കൃത്യനിഷ്ഠയുള്ളവരുമാണ്. 3ാമത്, പ്രയോജനമില്ലാത്ത വർത്തമാനം ഉപേക്ഷിക്കുന്നവരാണ്. പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ, ചിന്തയാകാം, പ്രവർത്തനമാകാം, സംസാരമാകാം, അത് ഉപേക്ഷിക്കുന്നത്. റിപ്പീറ്റ് ചിന്തിച്ചത് തന്നെയാ പിന്നെയും ചിന്തിക്കുന്നു. ഒരു പ്രയോജനമില്ലാത്ത ചിന്ത. എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. അപ്പൊ ഇവരെ സംബന്ധിച്ച് അസ്ഹാബുൽ യമീന്റെ ആൾക്കാർ പ്രയോജനമില്ലാത്ത വർത്തമാനങ്ങളും ചിന്തകളും പ്രവർത്തനങ്ങളും ഉപേക്ഷിക്കുന്നവരാണ്. 4ാമത്, നമസ്കാരം കൃത്യസമയത്ത് ശ്രദ്ധയോടെ ഭക്തിയോടെ നിർവഹിക്കുന്നവരാണ്. 5ാമത്തേത്, ഹറാമായ കാര്യങ്ങൾ അവർ പാടെ, ചെറുതാണെങ്കിൽ പോലും പാടെ അവർ ഉപേക്ഷിക്കുന്നവരാണ്. 6, സജ്ജനങ്ങളുമായുള്ള സഹവാസം അവർ തിരഞ്ഞെടുക്കും. എപ്പോഴും ഈ ജീവിതയാത്രയിലൊക്കെ എവിടെയെങ്കിലും വെച്ച് ഏതെങ്കിലും സജ്ജനങ്ങളെ കണ്ടുമുട്ടിയാൽ പിന്നെ അവരുമായിട്ടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കും. 7ാമത്തേത്, അവർ വിനയമുള്ളവരായിരിക്കുകയും അഹങ്കാരമില്ലാത്തവരുമാണ്. അവർ വിനയാന്വിതരാണ്, പ്ലസ് അഹങ്കാരമില്ലാത്തവരാണ്. 8ാമത്തേത്, അവർ ധർമ്മിഷ്ഠരും ഔദാര്യമുള്ളവരുമാണ്. എല്ലാവരോടും ഉദാരതയുള്ളവരാണ്. 9, അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളോട് കാരുണ്യമുള്ള മനസ്സുള്ളവരാണവർ. 10, സൃഷ്ടികൾക്ക് ഉപകാരം ചെയ്യുന്ന വിഷയത്തിൽ അവർ മുൻപന്തിയിലാണ്. 11, അധികമായി മരണത്തെ ഓർമ്മിക്കുന്നവരാണ്. ഈ സ്വഭാവമുള്ളവരെല്ലാം ഇന്ന് മഗ്‌രിബിന് ശേഷം ഈ 11 ഒരു 6 ഉള്ളവർ ബാക്കി 5 സ്വായത്തമാക്കാൻ, 9 ഉള്ളവർ ബാക്കി 2 കൂടി സ്വായത്തമാക്കി, ഇനി പകുതിയുള്ളവർ ബാക്കി പകുതി കരസ്ഥമാക്കാൻ. ആ 9ാമത്തത് ഒന്നും കൂടെ പറയോ? 9ാമത്തത് അള്ളാഹുവിന്റെ സൃഷ്ടികളോട് കാരുണ്യമുള്ളവരായിരിക്കും. എല്ലാ സൃഷ്ടികളും, അത് മുസ്ലിം എന്ന് മാത്രമല്ല, ഇനി നമ്മള് മുജാഹിദോ അല്ലെങ്കിൽ സുന്നിയോ ജമാഅത്ത് ഇസ്ലാമിനൊന്നും വിവേചനമില്ല. കഷ്ടപ്പെടുന്ന ആരാണെങ്കിലും
അവരോടൊക്കെ കാരുണ്യമുള്ള, സൃഷ്ടികളോടൊക്കെ കരുണയുള്ളവരായിരിക്കും. ഒന്ന് അത് അഞ്ചാമത്തത് മൃഗങ്ങളാകാം, ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ നട്ടു നനച്ചു വളർത്തുന്ന ചെടിയാകും, എല്ലാ ജീവജാല അണ്ടകടാഹത്തിന്റെ താഴെ നമ്മൾ അധിവസിക്കുന്ന ചുറ്റുഭാഗത്തുള്ള എല്ലാ ജീവജാലങ്ങളോടും കാരുണ്യം ഉള്ളവരായിരിക്കും അവർ. സഹോദരിമാരെ, ഇത് ഉള്ളവരങ്ങോട്ടിരുന്ന് അസ്ഹാബുൽ യമീനി മാ അസ്ഹാബുൽ യമീൻ ഫീ സിദ്രിൻ മഖ്ദൂദ് വതുൽഹിം മംദൂദ് വലില്ലിൻ മംദൂദ് വമാഇൻ മസ്കൂബ് വഫാകിഹത്തിൻ കസീറ ലാ മഖ്തൂഅത്തിൻ വലാ ഓദിക്ക് ഓരോ ആയത്ത് ഓതുമ്പോഴും മറുപടി വരും, യെസ് നിനക്കുള്ളതാണ്. മലക്കുകൾ ഉടനെ തന്നെ ആമീൻ പറയുകയാണ്. ഹായ്, എന്ത് അനുഭവമാണ്! ഖുർആൻ നമ്മളോട് സംസാരിക്കുന്നു, നമ്മൾ പ്രാക്ടിക്കലാക്കുന്നു, നമ്മൾ മലക്കുകളുടെ പ്രാർത്ഥനയ്ക്കാകുന്നു. അപ്പോഴാണ് നേരത്തെ വാക്യ ഓതിയാല് ഇങ്ങനെ ഗുണം അങ്ങനെ ഗുണം എന്നൊക്കെ ഒരുപാട് ഗുണങ്ങൾ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഉടമകളായി തീരുന്നത്. ഇനി അടുത്തത് ഇങ്ങോട്ട് അസ്ഹാബ് ഷിമാൽ, ഇടതുപക്ഷക്കാർ. എന്റെ റബ്ബേ, അവരെ പറ്റി പറഞ്ഞാല് അവരെ പറ്റി പറയുന്ന കുറേ കാര്യങ്ങളൊന്നും അങ്ങോട്ട് ഓർത്തു നോക്കിയേ. കുറെ ശിക്ഷാമുറകളെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് കാരുണ്യവാനായ അള്ളാഹു ദേഷ്യം പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഇന്നഹും കാനൂ ഖബില ദാലിക മുത്രഫീൻ. ഇവർ ഇതിനു മുമ്പായിരുന്നു, ആയിരുന്നു, മുത്രഫീങ്ങളായിരുന്നു, അടിച്ച് പൊളിയന്മാരായിരുന്നു. സൂറത്ത് നബയിൽ എന്താണ് പറയുക? ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബാ വകദ്ദബൂ ബിആയാതിനാ കിസാബാ. സൂറത്ത് നബയിൽ അല്ലാഹു അങ്ങനെയാ പറയുന്നത്. ഇന്നഹും കാനൂ, ഈ ഇടതുപക്ഷക്കാരെ കുറിച്ച്, ജീവിതം നഷ്ടപ്പെട്ടു പോയവരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ അല്ലാഹു പറയും, ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബാ. ഇവർ ഒരു ഹിസാബും വിചാരിക്കാതെ ജീവിച്ചവരാണ്. പരലോകത്തിലെ ഒരു ജംഗ്ഷനെ പറ്റി ഓർക്കാതെ ജീവിച്ചവരാണ്. വകദ്ദബൂ ബിആയാതിനാ കിസാബാ. എന്റെ ആയാത്തുകളെ, എന്റെ സംസാരത്തെ നിസ്സാരവൽക്കരിച്ചവരാണ്, കളവാക്കി കളഞ്ഞവരാണ്. അപ്പോ ആ അസ്ഹാബ് ഷിമാൽ, ഇടതുപക്ഷ അസ്ഹാബുൽ മഷ്അമ എന്ന് പറയുന്ന ആൾക്കാർ, അവരുടെ ഒന്നാമത്തെ ലക്ഷണം എന്ന് വെച്ചാൽ അവർ ഇഹലോക കാര്യത്തിൽ അമിതമായ ആഗ്രഹമുള്ളവരാണ്. അതിനകത്ത് തന്നെ ധനം ശേഖരിക്കുന്നതിൽ അത്യാഗ്രഹമുള്ളവരാണ്. ഒന്നാമത്തെ അടയാളം. സ്ത്രീകൾക്കാണ് വയസ്സാകും തോറും പൈസയോടും സ്വർണത്തിനോടും എല്ലാത്തിനോടും ഹവന്നസ്. ഞാൻ പറഞ്ഞില്ലേ, ഞാന് പിന്നെ ഏതാണ്, വാഴക്കോടല്ല, വാഴൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഞാൻ ഇതുപോലെ ക്ലാസ് എടുക്കാനായിട്ട് പോയി. ഇവിടുന്ന് ഏകദേശം ഒരു 3.5 മണിക്കൂറുണ്ട് യാത്ര ചെയ്ത് അവിടെ പോയി. അപ്പോ പിന്നെ ഹജ്ജിന്റെ കാലഘട്ടമായിരുന്നു. മക്ക മദീന എല്ലാം അത്യാവശ്യം എന്റെ അറിവിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ടൊക്കെ പറഞ്ഞു കൊടുത്തു. കുറെ ആളുകൾ ഉംറയ്ക്ക് പോകാനൊക്കെ പേരൊക്കെ ആ സദസ്സിന് തന്നു. അപ്പോ ആണ് ഒരു താത്ത, ഒരു 60 വയസ്സ് എന്തായാലും ഉണ്ട്, 60ഓ 65ഓ കാണും. ആ സ്ത്രീ എന്നോട് വന്ന് ചോദിക്കുക, മോളെ ഷാക്കിറ ടീച്ചർ, ഒരു കാര്യം ചോദിക്കട്ടെ, പിന്നെ ഞാൻ എന്റെ ഈ 2-3 വള എങ്ങോട്ടൊന്ന് പണയം വെച്ചിട്ട് പിന്നെ ഞാന് ഒന്ന് ഉംറക്ക് പോയാൽ ശരിയാകും? പിന്നെ ഞാൻ കുറിക്ക് പൈസ ഇറക്കുന്നുണ്ട്, പൈസ അടിച്ചിട്ടില്ല, അതിങ്ങനെ കിട്ടിക്കഴിഞ്ഞിട്ട് ആ വള എടുത്താൽ മതിയാകുമോ? അങ്ങനെ പോകാൻ പറ്റുമോ? എന്റെ തന്നെ വളയാണിത് എന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, അള്ളാഹു, അങ്ങനെ പോയാൽ പറ്റത്തില്ലല്ലോ ഉമ്മ. കാരണം ഉമ്മ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് പറയുമ്പോ ലബ്ബൈക്ക് എല്ലാ സഅദക ലബ്ബൈക്ക്, ഇങ്ങോട്ട് റിട്ടേൺ വരും. ആ ലബ്ബൈക്ക് സ്വീകരിക്കാതെ റിട്ടേൺ വരും എന്ന് പറഞ്ഞ്. കാരണം ഹറാമായ പൈസ, സ്വർണം പണയം വെച്ച് പലിശക്കൊക്കെ എടുത്തോണ്ട് പോയി എങ്ങനെ സ്വീകരിക്കാനാ? അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് ഉമ്മന്റെ സ്വർണ്ണമല്ലേ? ആ, എന്റെ സ്വർണ്ണമാ മോളെ. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ 2 വളയങ്ങ് വിറ്റാ സുഖമായിട്ട് പോകാമല്ലോ. ഞാൻ അന്ന് ക്ലാസ് എടുക്കുന്ന ഒരു സമയത്ത് ഏകദേശം ഒരു 50,000 രൂപയൊക്കെയുള്ളൂ. ഞാൻ പറഞ്ഞു, ഒരു 2 പവന്റെ സ്വർണം വിറ്റ് കഴിഞ്ഞാല് നിങ്ങക്ക് ഉംറയ്ക്ക് പോകാമല്ലോ എന്ന് പറഞ്ഞപ്പോ, ഇല്ല മോളെ, അത് എന്റെ മകന്റെ കുട്ടിക്ക് കൊടുത്തേക്കാന്ന് ഞാൻ വസിയത്ത് പറഞ്ഞു പോയിരിക്കുകയാണ്. അതുകൊണ്ട് അതിന് കൊടുക്കണം, ആ കുട്ടിന്റെ കല്യാണത്തിന് കൊടുത്തേക്കാന്ന് ഞാൻ വസിയത്ത് പറഞ്ഞിരിക്കുന്ന വളയാണിത്. അപ്പൊ
അപ്പൊ ഈ സ്വാഭാവികമായിട്ടും ഞാൻ വിചാരിച്ച എന്താണ്, ആ കുട്ടി കുറച്ച് വലിയ കുട്ടി, കല്യാണ പ്രായമൊക്കെ ആയി, കല്യാണമൊക്കെ ഉറപ്പിച്ചിരിക്കുവാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ ഞാൻ വിചാരിച്ച കുട്ടിയുടെ കല്യാണമൊക്കെ ഉറച്ച, ഇല്ലില്ല, ഇത് ഈ കുട്ടിയാണ് ക്ലാസ്സിൽ ഇരിക്കുന്ന ഒരു കൊച്ചു കുട്ടി, മാമാട്ടി കുട്ടിയമ്മയെ പോലെ മുടിയെല്ലാം വെട്ടിയിട്ട് ഒരു നേഴ്സറി പഠിക്കുന്ന ഒരു കൊച്ച്. ആലോചിച്ച് നോക്കിയേ, ദുനിയാവിനോടുള്ള മോഹം. ആ കുട്ടി മിനിമം ഒരു 20 കൊല്ലം കഴിഞ്ഞ് ഈ തള്ള, ഈ ഉമ്മ ജീവിച്ചിരിക്കുമെന്ന് പോലും ഉറപ്പില്ല, പറയാണ് ആ കുട്ടിക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പോ അസ്ഹാബ് ഷിമാലിന്റെ ആൾക്കാർക്ക് സമ്പത്തിനോട്, ധനത്തിനോട്, വീടിനോട്, വീട്ടിലെ ഓരോ വസ്തുവിനോടും പഠിച്ചവനെ പിൽക്കാലക്കാർക്ക് ജീവിക്കാൻ മര്യാദയ്ക്ക് വിട്ടുകൊടുക്കത്തു പോലുമില്ല. എല്ലാത്തിലും കയറി തലയിട്ട് ഭയങ്കര ദുനിയാവിനോട് ഭയങ്കര ഒരു കുറേശ്ശെ മാറിക്കൊടുക്കണം കുട്ടികളെ എല്ലാരും. നമ്മൾ നന്നായി, അത്യാവശ്യം നല്ല, ഞാൻ എല്ലാവരോടും പറയും, നിങ്ങൾ നന്നായിട്ടൊക്കെ ജീവിക്കണം. നിങ്ങളുടെ ഹസ്ബൻഡൊക്കെ ആയിട്ട് നല്ല പോലെ നല്ല ഭക്ഷണം കഴിച്ച് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് അത്യാവശ്യം ആസ്വദിച്ചൊക്കെ ജീവിക്കണം. അല്ലെങ്കിൽ പിൽക്കാലക്കാര് ആസ്വദിക്കുന്ന കാണുന്ന വല്ലാത്തൊരു അസ്വസ്ഥതയായിട്ട് എവിടെയും പോകത്തില്ല. ഇപ്പം ഭർത്താവുമായിട്ടൊക്കെ ജീവിക്കുന്നുണ്ട്, ഒരു അത്യാവശ്യം എവിടെയെങ്കിലും ഒന്ന് ടൂർ പോവുകയോ ഒന്ന് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണാൻ എന്ന നിലക്കൊന്ന് ഒന്ന് ഒന്ന് എവിടെയെങ്കിലും ഔട്ടിങ് നടത്തുകയോ ഒന്നും ചെയ്യത്തില്ല. നല്ല ഭക്ഷണം കഴിക്കണമെന്ന് വീട്ടിലെ ഭക്ഷണം കഴിച്ച് മടുപ്പ് വരുമ്പോ ഒന്ന് പാരഗണിലോ അല്ലെങ്കിൽ ഒന്ന് ഹലായിസിലോ, റെസ്റ്റോറന്റ്, നല്ല നല്ല റെസ്റ്റോറന്റ് നിങ്ങൾ ഒന്ന് പോയി കാണാം. അവിടെ പോയി വലിയ ഫുഡ് നിങ്ങൾക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കഴിച്ചൊക്കെ കൊതി തീർത്തേക്കണം. അല്ലെങ്കിൽ എന്ത് വരും എന്നറിയാവോ, നിങ്ങളുടെ മുമ്പിൽ നിന്ന് പിൽക്കാലക്കാർ നിങ്ങളുടെ പേരക്കുട്ടികളോ മകന്റെ കുട്ടികളൊക്കെ ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ നിങ്ങൾ മഗ്‌രിബ് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും അവർ പോകുന്നത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് ജലസ്യ, അസൂയ ഇങ്ങനെ, പിള്ളേര് പോയി, ഇന്നത്തെ പിള്ളേർ പുറു പപ്പറാന്ന് പറഞ്ഞുകൊണ്ട് ഇതാ വക്കാത്തിൽ വാക്യ ഓതുകയും ചെയ്യും. അവസാനം കുസാ പറഞ്ഞു, ഇന്നത്തെ കാലം നമ്മുടെ കാലമൊന്നും അല്ല. നമുക്ക് 5-6 മക്കളുണ്ടായ സമയം നമ്മൾ വാപ്പാന്റെ മുഖത്തിട്ട് പോലും നോക്കിയിട്ട് ഇതേ പോകുന്ന പോക്ക് കണ്ടില്ലേ, ഇതും പറഞ്ഞ് കുശുമ്പെടുത്തോണ്ട് നിൽക്കും. അതിനൊന്നും വെക്കരുത്. ധനം കൂട്ടി വെക്കാനുള്ളതല്ല, അത്യാവശ്യം ആസ്വദിക്കണം, മറ്റുള്ളവരെ ആസ്വദിപ്പിക്കണം. അപ്പൊ ആരും ഇതൊന്നും കാണുമ്പോ ഒരു ബേജാറും ഉണ്ടാവത്തില്ല, ഒരു ബേജാറും. ഈ അസ്ഹാബ് ഷിമാലിന്റെ ആൾക്കാരെ പറ്റി പറഞ്ഞു, അവർ ധനം ഇങ്ങനെ കൂട്ടി വെക്കുന്നതിൽ ഒന്നാമത്തെ അവരുടെ അടയാളമാണ്. ഒന്നാമത്തെ അടയാളം ദുനിയാവിനോട് അമിതമായ ആഗ്രഹം, ദുന്യവിയായ കാര്യങ്ങൾക്ക്, ദുനിയാവിന്റെ വിഷയത്തിൽ അമിതമായ ആഗ്രഹം. അവരുടെ ജീവിതം കണ്ട കാലാകാലം ഇവിടെ ജീവിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. വല്ലാത്തൊരു അവസ്ഥ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. രണ്ടാമത് എന്താണ്, അതിനകത്ത് തന്നെ ധനം ശേഖരിക്കുന്നതിനുള്ള അത്യാഗ്രഹം. ആഗ്രഹം ഒക്കെയാണ്, അത്യാവശ്യം വേണം, പക്ഷെ അത്യാഗ്രഹമാണ് അധികം ആളുകൾക്ക്. വയസ്സായി റിട്ടയർഡ് 55-60 വയസ്സ് വരെ സർവീസിലിരുന്ന് പിന്നെയും ജോലി തേടി നടക്കുക, അത്യാവശ്യം ജീവിക്കാനുള്ളതൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഒരാളോട് ഞാൻ ചോദിച്ചു, നിക്കാക്ക് ഇപ്പൊ നിങ്ങൾക്ക് 70 വയസ്സായി, ഇനി എന്തിനാ ഈ വാച്ച്മാനായിട്ട് ഓടുന്നത്, നിങ്ങൾക്ക് കുറെ പൈസയൊക്കെ ഉണ്ടല്ലോ, അല്ല എന്തെങ്കിലുമൊക്കെ ആകട്ടെ. അമ്മ കയ്യിലൊന്നും ഇല്ലേ? ഉണ്ട് മോളെ, എന്നാലും നമ്മളൊരു കരുതി വെപ്പ്. ഇനി 70 വയസ്സായിട്ട് എന്ത് കരുതി വെക്കാനാ? അത്യാവശ്യം ആ സമയത്ത് 5 നേരം പള്ളിയിലൊക്കെ പോയി ഇബാദത്തൊക്കെ ചെയ്ത് ഉള്ള പൈസ നിന്ന് ആസ്വദിക്കണം. എവിടേക്ക് വേണ്ടിയിട്ടാ? അത്യാഗ്രഹം അസ്ഹാബ് ഷിമാലിന്റെ ആൾക്കാരുടെ അടയാളമാണ്. രണ്ടാമത് സദാ ഭൗതിക രസങ്ങളിലും ഇച്ഛകളിലും വ്യാപൃതരാകുക രണ്ടാമത്തെ അവരുടെ ലക്ഷണമാണ്. സദാ ഭൗതിക രസങ്ങളിൽ മാറി മാറി ചിരിച്ച് പൊളിച്ച് അടിച്ചിങ്ങനെ ഒരു അജണ്ട ഇല്ലാതെ, ജീവിതത്തിന്റെ കാഴ്ചയും കാഴ്ചപ്പാടും ഇല്ലാതെ സദാ സ്വന്തം ഇച്ഛകള്, വനഹൻ നഫ്സ അനിൽ ഹവാ ഇന്നൽ ജഹീമ ഹിയൽ മഅ്വ. വിശുദ്ധ ഖുർആൻ നമ്മളോട് സംസാരിക്കുന്നു, അവരുടെ വാസസ്ഥലം ജഹീമാണ്. അവർ അസ്ഹാബു ഷിമാലിന്റെ ആൾക്കാരാണ്. അപ്പോ സദാ ഭൗതിക രസങ്ങളിലും ഇച്ഛകളിലും വ്യാപൃതരാകലാണ് രണ്ടാമത്തെ അവരുടെ അടയാളം. ഈ അടയാളങ്ങൾ നമ്മളിലുണ്ടെങ്കിൽ എത്രയും വേഗം ഞാനും നിങ്ങളും മാറ്റണം. അതുപോലെ തന്നെയാണ് മൂന്നാമതായിട്ട് അവരുടെ അടയാളം, അധികമായി പ്രയോജനമില്ലാത്ത വർത്തമാനം പറയും. വേണ്ടാത്ത വർത്താനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഒക്കെ വളരെ പരിമിതം. അതെല്ലാം എങ്ങനെയെങ്കിലും ശ്വാസം പിടിച്ച് പെട്ടെന്ന് ചൊല്ലി തീർക്കും. വേഗത്തിൽ സ്പീഡിൽ ഒരു യാസീൻ ഓതിയിട്ട് പിന്നെ ഇരുന്ന് പറപറാ വർത്തമാനമാണ്, അധികമായ വർത്തമാനം. അതിൽ തന്നെ നികൃഷ്ട വർത്തമാനം പറയുക. അടയാളം നമ്മൾ നന്നായി മനസ്സിലാക്കിക്കൊണ്ട്, നമ്മൾ ഓതുന്ന ഖുർആൻ നമുക്കെതിരായി സാക്ഷ്യം പറയുന്ന ഒരു അവസ്ഥ വരുന്നത് അങ്ങനെയാണ്. നികൃഷ്ട വർത്തമാനം, പ്രാകുന്ന സ്വഭാവം, ശപിക്കുന്ന സ്വഭാവം,
മറ്റുള്ളവരുടെ നിഅമത്ത് കാണുമ്പോൾ അസ്വസ്ഥതപ്പെട്ട് വർത്തമാനം പറയുന്ന സ്വഭാവം, അതൊക്കെ ഈ നികൃഷ്ട വർത്തമാനം. പിന്നെ അല്ലാതെ തന്നെ വേണ്ടാത്തൊരു വൃത്തികെട്ട വർത്തമാനങ്ങളൊക്കെ പറയുന്ന അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇത് അസ്ഹാബു ഷിമാലിന്റെ ആൾക്കാർ. പിന്നെ എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോ വല്ലാത്തൊരു ഒടുക്കത്തെ തലവേദന, നശിച്ച പല്ലുവേദന, എന്തോ ഒരു ഇങ്ങനെ പറയുന്നത് ഒരു ശാപവാക്ക്. അതെല്ലാം ഈ നികൃഷ്ട വർത്തമാനം. നമ്മളിൽ അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തുടച്ചു മാറ്റാൻ ശ്രമിക്കണം. അത് അസ്ഹാബു ഷിമാലിന്റെ ആളുകളുടെ അടയാളമായിട്ടാണ് പറഞ്ഞു തരുന്നത്. നാലാമതായി പറയുന്നു, അവർ നമസ്കാരത്തിൽ അലസത കാണിക്കുന്നവരാണ്. വഇദാ ഖാമു ഇല സ്വലാത്തി ഖാമു കുസാല യുറാഊനൻ നാസ വലാ യസ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല. വിശുദ്ധ ഖുർആൻ. അവർ നമസ്കാരത്തിനായിട്ട് നിന്നാൽ അലസന്മാരായി നിൽക്കുന്നു. വളരെ അപൂർവമായിട്ടല്ലാതെ അവർ അള്ളാഹുവിനെ ഓർക്കുന്നില്ല. അവർ ജനങ്ങളെ ഞാൻ നിസ്കാരക്കാരാണെന്ന് അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു നിസ്കാരമാണ്. അപ്പോ അസ്ഹാബ് ഷിമാന്റെ ആൾക്കാർ നിസ്കരിക്കാത്തവരാണെന്നല്ല ഇവിടെ പറയുന്നത്, നിസ്കാരത്തിൽ അലസത കാണിക്കുന്നവരാണ്. നമസ്കാരത്തിൽ ഹൃദയം അങ്ങും ഇങ്ങും ജോലിയായിക്കൊണ്ടിരിക്കുന്നവരാണ്. എത്ര റക്അത്തായെന്ന് ഓർമ്മയില്ലാത്തവരാണ്. സമയം കൃത്യനിഷ്ഠ പാലിക്കാത്തവരാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ തരത്തിലുള്ള നമസ്കാരമാണ് നമസ്കരിക്കുന്നതെങ്കിൽ അത് അസ്ഹാബ് ഷിമാലിന്റെ ഗണത്തിൽ, ആളുകളുടെ കൂട്ടത്തിൽ പെട്ടുപോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അഞ്ചാമതായി അവരുടെ അടയാളം പറയുന്നത്, ഹറാമായതും സംശയകരമായതുമായ ഭക്ഷണം അവർ കഴിക്കും. ഹറാമായതും എളുപ്പം മനസ്സിലാകാം. വീട്ടിലെ അടുത്ത ചങ്ങാതി നല്ല ഫാത്തിമ ബീവിയാണ്. ഫാത്തിമ ബീവിയുടെ ഭർത്താവ് ലോട്ടറി ടിക്കറ്റിന്റെ ഏജൻസി നടത്തുന്ന ആളാണ്, അല്ലെങ്കിൽ ബാങ്ക് മാനേജറാണ്. ബാങ്ക് മാനേജർ ആകേണ്ട ബാങ്കിലെ സ്വീപ്പറാണ്, ഇല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും ജോലിയാണ്, എന്തും ആയിക്കൊള്ളട്ടെ. അല്ലെങ്കിൽ എക്സൈസില് കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥനാണ്. അത് നമ്മുടെ അടുത്തവരാകാം, അകന്നവരാകാം, അയൽവാസിയാകാം, ആരുമായിക്കൊള്ളട്ടെ. തനിച്ച ഹറാമായ പൈസയാണ് അതൊക്കെ. അപ്പൊ നമ്മൾ ചെയ്യുന്ന ജോലിയല്ലേ വേണ്ടാന്ന് അള്ളാഹു പറഞ്ഞു. വേറെ ജോലി തിരഞ്ഞു പുറപ്പെടുമ്പോ തീർച്ചയായിട്ടും അള്ളാഹു തരും. അപ്പോ ഹറാമായതും ഹറാമിന്റെ ഭക്ഷണം കഴിക്കുന്നവരാണ് അസ്ഹാബ് ഷിമാന്റെ ആളുകൾക്ക്. ഒരു പേടി ഉണ്ടാകത്തില്ല. ഇപ്പൊ അയൽക്കൂട്ടം, കുടുംബശ്രീ പരിപാടികളിലൊക്കെ ഹറാം എന്തെങ്കിലും അവിടെ നിന്ന് എടുക്കുന്ന പൈസയിൽ ഇൻട്രസ്റ്റ് വരുന്നുണ്ടോ, ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടോ, ഇതൊക്കെ ചെകഞ്ഞ് വേണം. കുറച്ചു നാളെയുള്ള കുട്ടികളെ, എന്റെ പൊന്നു മക്കളെ, ദുനിയാവില് ഒന്നല്പം നിയമം സൂക്ഷിച്ച് ജീവിച്ച ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗം എന്താണ്, എന്ത് റാഹത്താണ്. ഇത്തിരി ഒന്നും ഈ ഹറാമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉണ്ടാകത്തില്ല. അസ്ഹാബ് ഷിമാന്റെ ആൾക്കാര് ഹറാമായതും സംശയകരമായ ഭക്ഷണം കഴിക്കുന്നതിൽ മടിയില്ലാത്തവരാണ്. ഒരു മടിയും കാണത്തില്ല. അള്ളാഹു നമുക്കറിയാം. അവര് നിസ്കരിവും നോമ്പൊക്കെ ഉണ്ട്, പക്ഷെ ഇങ്ങനെ പൈസ കുറെ ആളുകളുടെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് കച്ചവടം നടന്നാലും നടന്നില്ലെങ്കിലും പിടിച്ചു പറിച്ച് കൃത്യമായി ലാഭം വാങ്ങിക്കുന്നവരാണ്. തൊട്ടടുത്ത് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ അവർ കൊണ്ടുവരുന്ന ഭക്ഷണം കഴിക്കാതിരിക്കണം സഹോദരിമാരെ. അത് ഹറാമാണ്. കാരണം ഫിക്സഡ് ആയിട്ടൊരു ലാഭം പിടിച്ചു വെച്ച് ആ ലാഭം തരുന്ന ആൾക്ക് നഷ്ടമാണെന്ന് അറിയാം. ആ തുടക്കത്തിൽ വാങ്ങിച്ചു പോയൊന്ന് ഗതികിട്ട് കൊടുക്കുന്ന, ഒരിക്കലും സന്തോഷത്തോടെ തരുന്നില്ല. തൃപ്തിയോടെ തന്നാൽ ഓക്കെയാണ്. അങ്ങനെയാകുമ്പോ കൃത്യമായിട്ട് ഒരു തുക തരാൻ പറ്റത്തില്ല. ഒരു മാസത്തിൽ 3000 രൂപ, അടുത്ത മാസം 5000 ആകും, ചിലപ്പോൾ 8000 ആകും, ചിലപ്പോൾ 10000 ആകും. ഫിക്സഡ് ആയിട്ടൊരു കാര്യം പറഞ്ഞ് വാങ്ങിച്ചാൽ അതൊരു നേരിയ തോതിൽ പലിശ പോലെ ആയിപ്പോകും. അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഈമാനും ഇൻസാനും അനുസരിച്ച് ആത്മാവിനോട് ഫത്വ ചോദിക്കുക. അപ്പോ ഹറാമായതും അതിൽ സംശയകരമായതുമായ ഭക്ഷണം ഒഴിവാക്കിയേക്കണം, പരിപൂർണമായിട്ടും ഒഴിവാക്കിയേക്കണം. അടുത്ത ആറാമത്തെ സ്വഭാവമാണ്, അവർ ദുസ്വഭാവികളായിരിക്കും. ദുർനടപടിക്കാരുമായി കൂടിക്കലർന്ന് നടക്കുകയും ചെയ്യുക. ദുസ്വഭാവിയായിരിക്കും, ദുർനടപടിക്കാർ. അള്ളാഹുവിന് എതിര് പ്രവർത്തിക്കുന്നവരെ കണ്ട അവർക്ക് ഒരു മടിയുണ്ടാകത്തില്ല. അവരുമായിട്ടൊക്കെ സ്നേഹബന്ധം. നമ്മളെ കൂട്ടലല്ലേ, ദീനുക്കും വലിയ ദീൻ, അവർക്ക് അവരുടെ ദീൻ, നമുക്ക് എന്ന മട്ടില്ല. ഇത് അവിടെ പാടില്ല. കാരണം മസീഹ് ഈസായുടെ ജനത ബനി ഇസ്രായേലിൽ നശിക്കാനുള്ള ഒരു കാരണം പറയുന്നത്, അവരിൽ നല്ല മനുഷ്യര് തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരെ കണ്ട ആദ്യം അവര് പറയും ഇത്തഖുല്ലാന്ന് പറയും, അള്ളാഹിനെ സൂക്ഷിക്കണേന്ന് പറയും. പക്ഷെ അടുത്ത പ്രാവശ്യം കാണുമ്പോൾ അവർ ആ തെറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അവർ പിന്നെ പറച്ചിൽ നിർത്തും, അവരുമായിട്ട് കൂടിക്കലർന്ന് തന്നെ കഴിയും.
അങ്ങനെ കഴിഞ്ഞപ്പോൾ അവരിലെ ആ ദുസ്വഭാവം ഈ നല്ല ആൾക്കാരിലോട്ടും കൂടി കലരാൻ തുടങ്ങി. അങ്ങനെയാണ് ഒന്നടങ്കം ആ ജനത നശിച്ചു പോയത്. ഗൈരിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലിന്റെ ആൾക്കാർ എങ്ങനെയാണ്? അപ്പൊ നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല. അസ്ഹാബ് ഷിമാന്റെ ആൾക്കാര് ദുർനടപടിക്കാരുമായി ദുസ്വഭാവികളുമായി കൂടിക്കലർന്ന് ഇവർ നിസ്കരിക്കുന്നവരും നോമ്പ് നോക്കുന്നവരൊക്കെയാണ്. പക്ഷെ ഈ മോശപ്പെട്ട സ്വഭാവമുള്ളവരെ ഇന്റിമേറ്റ്സ് ആക്കുന്നതിനകത്ത് ഒരു മടി. അപ്പൊ ഇതിനകത്ത് നമുക്ക് നൽകുന്ന സന്ദേശം, നമ്മുടെ കൊച്ചുമക്കൾ, നമ്മുടെ 10 വയസ്സുകാര്, 12 വയസ്സുകാർ, 21 വയസ്സുകാരില് മോശപ്പെട്ട സ്വഭാവ ഗണങ്ങളുള്ള കൂട്ടുകുട്ടികളാണെങ്കിൽ മക്കളോട് സ്നേഹവാത്സല്യത്തോടുകൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നമുക്ക് ഈ കൂട്ട് വേണ്ട, മെല്ലെ അകറ്റിയേക്ക്, ഫോൺ വിളിക്കും, ഫോൺ ഇതിനകത്ത് നിന്ന് റിമൂവ് ചെയ്തേക്ക്, നമ്പർ റിമൂവ് ചെയ്തേക്ക്, ഈ ചങ്ങാതിയായിട്ട് നമുക്ക് കൂട്ടുകൂടണ്ട. അതൊരു ട്രെയിനിങ് ആകണം. കാരണം അസ്ഹാബ് ഷിമാലിന്റെ ആൾക്കാരിലേക്ക് നമ്മുടെ മക്കൾ അറിയാതെ അങ്ങ് ചെന്ന് ചേർന്ന് പോകും. മനസ്സിലായില്ലേ? അപ്പോ ദുസ്വഭാവിയായിരിക്കുക, ദുർനടപടിക്കാരുമായി കൂടിക്കലർന്ന് ജീവിക്കുകയും നടക്കുകയും ഒക്കെ ചെയ്യുന്നത് അസ്ഹാബ് ഷിമാലിന്റെ ആൾക്കാരുടെ അടയാളമാണ്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. 7-ാമത്തേത് അഹങ്കാരവും അഹംഭാവവും ഉള്ളവരായിരിക്കും. അഹങ്കാരം ഉണ്ടായിരിക്കും, കൂട്ടത്തിൽ അഹംഭാവവും ഉണ്ടാകും. അഹങ്കാരം എന്ന് വെച്ചാൽ സത്യം എന്ത് കേട്ടാലും അതിനെ റിജക്ട് ചെയ്യും. മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യാൻ 1-ാം സ്ഥാനത്തും ആയിരിക്കും. ഓ, ഇവരാ, നമുക്കറിയാം, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഒരു മനുഷ്യൻ നല്ല രീതിയിൽ ജീവിച്ച് മടങ്ങി വന്നാൽ അവരുടെ പഴയതൊക്കെ പറഞ്ഞ് അവരെ ഇൻസൾട്ട് ചെയ്യുക, സത്യം പറഞ്ഞാൽ സ്വീകരിക്കാതിരിക്കുക, ഇതൊക്കെ അഹങ്കാരത്തിന്റെ അടയാളമാണ്. അതുപോലെ അഹംഭാവം. ഓ, ആ ഭാവമൊക്കെ കണ്ടാൽ ജനിച്ചു വീണപ്പോഴേ എല്ലാം കൊണ്ടുവന്ന് നടക്കുന്ന കണ്ടാൽ തന്നെ തോന്നും, ആരടോ ഇവനാണ് അബൂജഹൽ എന്ന് തോന്നും, മാറടോ എന്ന് ആരോ മറ്റേ കുഞ്ഞുണ്ണി മാഷി പറഞ്ഞ പോലെ അതേപോലത്തെ ഒരു സ്വഭാവമായിരിക്കും അഹംഭാവം ഉള്ളവർ. വല്ലാത്തൊരു ഇതുവരെയും ഓട്ടോറിക്ഷയിലൊക്കെയാണ് പോയത്, പക്ഷെ അപ്രതീക്ഷയായിട്ട് മോൻ പോയി കാറൊക്കെ വാങ്ങിച്ചു, കാറൊക്കെ വാങ്ങിച്ചതിലായിട്ട് പോയപ്പോ വല്ലാത്തൊരു അഹംഭാവം. അങ്ങനെ എല്ലാ വിഷയത്തിലും ഇത് അസ്ഹാബിഷ്. മറ്റവർക്ക് വിനയം കൂടി 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 വരും. അസ്ഹാബുൽ യമീന്റെ ആൾക്കാർക്ക് അള്ളാഹു നിഅമത്ത് കൊടുക്കുന്നതനുസരിച്ച് വിനയാന്വിതരാകും. ഇവർക്ക് അഹംഭാവം വർദ്ധിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതാണ് അവരുടെ അടുത്ത ലക്ഷണം, 7-ാമത്തെ ലക്ഷണം. അഹങ്കാരവും അഹംഭാവവും ഉള്ളവരായിരിക്കും. 8-ാമത് പറയുന്നത് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാതെ ഒറ്റക്ക് കഴിയും. ആരെയും ദ്രോഹിക്കത്തൊന്നുമില്ല, പക്ഷെ ഒരു ഉപകാരവും ആർക്കും ചെയ്യാൻ സന്മനസ് കാണിക്കത്തില്ല. ഓ, എനിക്കില്ലായിരുന്നപ്പോ ആരും സഹായിച്ചിട്ടില്ല, ഞാൻ കഷ്ടപ്പെട്ട സമയത്ത് അവൻ എന്നെ സഹായിച്ചില്ലല്ലോ, ഇപ്പൊ എനിക്ക് വന്നപ്പോ ഇനി അത് തന്നെ അള്ളാഹുവിന്റെ ഒരു കളി. ഇപ്പൊ കണ്ട അവനൊന്നുമില്ല, എനിക്കെല്ലാം കിട്ടി. അപ്പൊ അവിടെ തിരുത്തേണ്ട, പടച്ചവനെ ലിയബിലുവക്കും അയ്യക്കും അഹസ്സനുമല, എനിക്ക് ഒരു തരത്തിലും എന്നോട് കാരുണ്യം കാണിക്കാൻ ഈ മനുഷ്യൻ നിസ്സഹായന എന്റെ മുമ്പിൽ വന്നിരിക്കുകയാണ്. അവന് ഞാൻ ഇപ്പൊ ചെയ്താൽ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ, റബ്ബേ നിന്റെ മക്കാം ഓർത്തിട്ടാണ്. എനിക്ക് ഇയാൾക്ക് കൊടുക്കാൻ ഇഷ്ടമൊന്നുമില്ല, ഇയാൾ അത്ര ക്രൂരത എന്നോട് കാണിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ നിന്റെ മക്കാമോർത്ത് കൊടുക്കുകയാണ്. ഈ അലിവില്ലാത്ത, എന്നോട് ദയ കാണിക്കാത്ത ഈ മനുഷ്യന് ഞാൻ കൊടുത്തതെന്ന് പറഞ്ഞൊന്ന് കൊടുത്തു നോക്കിക്കേ. അതിനുശേഷം അയാൾ പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ പ്രസന്റിലുള്ള ഏതെങ്കിലും ഒരു വിഷയം ആത്മാർത്ഥമായിട്ട് അള്ളാഹിനോട് സമർപ്പിച്ചൊക്കെ സഡൻ റിപ്ലൈ ആയിരിക്കും. അപ്പോ ജനങ്ങൾക്ക് ഒരു ഉപകാരവും ചെയ്യാതെ ഒറ്റയ്ക്ക് കഴിയുക എന്നുള്ളതാണ് അസ്ഹാബ് ഷിമാന്റെ ആൾക്കാർ. ഞാനും എന്റെ ഭർത്താവും എന്റെ മക്കളും, അതിന്റെ അപ്പുറം ഇപ്പുറം ഉള്ളവരുടെ ഒരു കാര്യവും ഞാൻ നോക്കാതിരിക്കുക. അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ടെങ്കിൽ ഞാൻ അസ്ഹാബ് ഷിമാന്റെ വകുപ്പിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ഇനി 9-ാമത്തെ ലക്ഷണം മനുഷ്യരോട് കരുണയില്ലാതിരിക്കുക. മറ്റേത് പറഞ്ഞു സൃഷ്ടികൾക്ക്, അള്ളാഹുവിന്റെ സൃഷ്ടികളോടെല്ലാം കരുണയുള്ളവരായിരിക്കുക. മനുഷ്യരോട് മാത്രമല്ല, അള്ളാഹുവിന്റെ സകല സൃഷ്ടികളോടും കരുണയില്ലാത്തൊരു സ്വഭാവം. അത് മനുഷ്യരാകാം, മൃഗമാകാം, വീട്ടിലെ സെർവന്റ് ആകാം, ഓരോരുത്തരോടും കാരുണ്യമില്ലാതൊരു ഊശരം പിടിച്ച ഖുർആൻ പറയുന്ന എന്താ? കാരുണ്യവും ആർദ്രതയും ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ സഹായം വമ്പിച്ച പ്രതിഫലം എപ്പോഴും നിനക്ക് വന്നുകൊണ്ടിരിക്കും എന്നാണ് പറഞ്ഞത്. കാരുണ്യമുള്ള മനസ്സ്, മറ്റുള്ളവരുടെ ഇത് കാണുമ്പോൾ അലിവുള്ള മനസ്സ്, ആർദ്രതയുള്ള മനസ്സ്, അത് നിനക്ക് അള്ളാഹുടെ സഹായവും വമ്പിച്ച പ്രതിഫലം വരാനുള്ള നിന്റെ അടയാളമായിട്ടാ പറഞ്ഞിരുന്നത്. അസ്ഹാബ് ഷിമാന്റെ ആൾക്കാര് മനുഷ്യരോട്, സൃഷ്ടികളോട് കാരുണ്യമില്ലാത്ത, സൃഷ്ടിജാലങ്ങളോട് കാരുണ്യമില്ലാത്തൊരു സ്വഭാവമാണ് അവർക്കുള്ളത്. ഇനി അടുത്ത 10-ാമത്തെ അവരുടെ സ്വഭാവം ലുബ്ധനായിരിക്കും അവർ. ലുബ്ധത, എന്തിലും ലുബ്ധത, എന്ത് കാര്യത്തിലും ലുബ്ധത. പഠിച്ചവൻ ഒരു യാത്രയൊക്കെ പോകുമ്പോഴാണ് കറക്റ്റ് ലുബ്ധന്മാരെയും വിശാലന്മാരെയും തിരിച്ചറിയാൻ പറ്റുന്നത്. ലുബ്ധ എന്ന് പറഞ്ഞാൽ നരകത്തിലെ ഒരു വൃക്ഷം, അതിന്റെ ഒരു കൊമ്പ്,
അതിലേക്ക് പിടിച്ചതിന് തുല്യമാണ് റസൂൽ. ഒരുപാട് ഒരുപാട് ഉപമയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ലുബ്ധനായ ആബിദിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടം ധർമ്മിഷ്ഠനായ ഫാസിക്കിനെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയാറുണ്ടായി. ഒരുപാട് ഇബാദത്ത് ചെയ്യും, പക്ഷേ അറും കൈക്ക് ഉപ്പ് തേക്കാത്ത പിശുക്കനാണ്. പക്ഷെ മെറ്റയാള് നിസ്കാരവും നോമ്പൊന്നുമില്ല, പക്ഷെ എല്ലാവർക്കും ഇഷ്ടം പോലെ ഫാസിക്കാണ്. ആരെങ്കിലും കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും ധാരാളം കൊടുക്കുന്നവനാണ്. കമ്പയർ ചെയ്യുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈ ആബിദിനെ, ഈ പിശുക്ക് പിടിച്ച ആബിദിനേക്കാൾ, അന്ന് ആ മനുഷ്യന് നിസ്കാരം ഉണ്ട്, തഹജ്ജുദും ഒക്കെ ഉണ്ട്, പക്ഷെ ഇവനേക്കാൾ അള്ളാഹ്ക്ക് ഇഷ്ടം അവനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്. അപ്പോ അസ്ഹാബ് ഷിമാന്റെ ആൾക്കാർ ലുബ്ധതയായിരിക്കും, എല്ലാ കാര്യത്തിനും ലുബ്ധത. അവരുടെ വീട്ടിൽ ചെന്ന് കയറിയാൽ തന്നെ അറിയാൻ പറ്റും. ലുബ്ധുള്ളവരുടെ വീട്ടിൽ ചെന്ന് കയറിയാൽ തന്നെ മൊത്തത്തിൽ അവരുടെ അവസ്ഥ കണ്ടറിയാം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അസ്ഹാബ് ഷിമാന്റെ ആൾക്കാർ ജീവിതത്തിൽ ലുബ്ധത കൊണ്ട് നടക്കുന്നവരെ, പിശുക്ക് കൊണ്ട് നടക്കുന്നവരായിരിക്കും. അറിവിന്റെ വിഷയത്തിൽ പോലും നന്നായിട്ട് പാസ് ചെയ്യാൻ മനസ്സുള്ളവരായിരിക്കും ലുബ്ധ കൂടിക്കഴിഞ്ഞാൽ. അള്ളാഹു കാക്കുമാറാകട്ടെ. 11-ാമത്തേത്, അസ്ഹാബ് ഷിമാന്റെ ആൾക്കാർ മരണത്തെ കുറിച്ച് ചിന്തയില്ലാത്തവരാണ്. ഇടതുപക്ഷക്കാർ, LDF UDF അല്ല കേട്ടോ, UDF LDF ആണെന്ന് കരുതി വെക്കരുത്. ഞാനൊരു ക്ലാസ്സിലാണ്, ഇന്നെ വിളിക്കേ. അസ്ഹാബ് ഷിമാലിന്റെ ആൾക്കാർ മരണത്തെ കുറിച്ച് ചിന്തയില്ലാത്തവരാണ് സഹോദരിമാരെ. അത് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാം. വയസ്സായ അസ്ഹാബ് ഷിമാലാണെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു അസ്വസ്ഥത വന്നാൽ മതി. ഒരുപക്ഷെ ചിലപ്പോൾ വീട്ടിലുണ്ടാക്കി ഉഴുന്നുവട തിന്നിട്ട് ഗ്യാസ് കയറിയതായിരിക്കാം, അല്ലെങ്കിൽ കിഴങ്ങും പോണ്ടാ തിന്നിട്ട് ഗ്യാസ് കയറിയതായിട്ട് പെട്ടെന്ന് തന്നെ കിടന്ന് ബഹളം വെക്കും. എന്നെ കൊണ്ടുപോ, ബഹളമാണ്. ആകെ അങ്ങ് വയലന്റ് ആക്കി കളഞ്ഞ് ബഹളം വെക്കും. മരണത്തിന്റെ വിഷയം ഒന്ന് ചെറുതായിട്ട് പറഞ്ഞാൽ തന്നെ, പരലോകത്തിനെ കുറിച്ചുള്ള പേടിയല്ല, ഇഹലോകത്തിന് വിട്ടുപോകുമോ എന്നുള്ള മരണവൃത്താന്ത മരണകാര്യങ്ങൾ പറയുന്നത് അവർക്ക് ഇഷ്ടമേ അല്ല. അവരുടെ മുഖം ചുളിയും. ഖുർആൻ പല സ്ഥലത്തായിട്ട് ചെതറിക്കിടക്കുന്നുണ്ട്. ഇടതുപക്ഷക്കാർ നിഷേധികളായ ആ ജീവിതം പരാജയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരെ പറ്റി, അവർക്ക് മരണത്തെ പറ്റി പറഞ്ഞാൽ വിരളി പിടിക്കുമെന്നാ പറഞ്ഞത്. അങ്ങോട്ട് പറഞ്ഞ് വിരളി പിടിച്ചോടിയാലും വഫാക്കും മലക്കിൽ മൗത്തില്ലതി ഉക്കില് വരും. മരണം അടുത്തെത്തുക തന്നെ ചെയ്യും. സഹോദരിമാരെ, അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ഒരു പാലം, ഈ മരണം കഴിഞ്ഞ് പാലം കിടന്ന് അങ്ങോട്ട് പോയാലല്ലേ ദയാപരനായ വധൂതായ അള്ളാഹിനെ കാണാൻ പറ്റത്തുള്ളൂ സഹോദരിമാരെ. അതുകൊണ്ട് അസ്ഹാബ് ഷിമാന്റെ ആളുകളെ പോലെ നമ്മൾ ആകരുത്. നമ്മൾ മരണത്തെ ഇഷ്ടപ്പെടുക എന്ന് വെച്ചാൽ ദുനിയാവിന് പോകാനുള്ള തിടുക്കം കൊണ്ടല്ല, മരണ സന്ദർഭം നന്നാക്കി തരാൻ അള്ളാഹിനോട് നന്നായി പ്രാർത്ഥിച്ചിട്ട് മരണം നന്നാക്കി കിട്ടാൻ വേണ്ടി ദുആ ചെയ്ത്, മരണം എന്തായാലും നമ്മൾ പോകേണ്ടവരാ. ആ സന്ദർഭം നല്ലതാകുന്ന നിമിഷങ്ങൾ കുറേ സൂറത്ത് ഫുസ്സിലത്ത് 30 തൊട്ട് 32 വരെയുള്ള ആയത്ത് പഠിച്ചാൽ നമുക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നും. എന്തൊരു മരണമാണത് റബ്ബേ. അതുപോലെ സൂറത്ത് നെഹലിൽ 32-ാമത്തെ ആയത്ത്, കദാലിക യജ്സില്ലാഹുൽ മുത്തഖീൻ അല്ലദീന തതവഫാഹുൽ മലായികത്തു ത്വയ്യിബീന യഖൂലൂന സലാമുൻ അലൈക്കും ദുഖുലുൽ ജന്നത ബിമാ കുന്തും. എന്തൊരു നല്ല സന്തോഷമുള്ള ആയത്ത്. ഇതൊക്കെ കേട്ട ആർക്കാ മരിച്ച് സന്തോഷമായിട്ട് അള്ളാഹുവിന്റെ അടുത്ത് പോകാൻ ഇഷ്ടം തോന്നും. അസ്ഹാബ് ഷിമാന്റെ ആൾക്കാർക്ക് മരണം ഒന്ന് കേട്ടാൽ തന്നെ പേടിയാ. പാപത്തിന്റെ ആധിക്യം കൊണ്ട് ഇസ്തിഗ്ഫാർ ചെല്ല് രാവിലെയും വൈകുന്നേരവും. എന്ത് വലിയ വർത്താനങ്ങളൊക്കെ ഈ പറയുന്നത്. ഇങ്ങനെ മൊത്തം നിങ്ങൾ നന്നായിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യും. നിങ്ങളുടെ ഹൃദയാന്തരാളത്തിൽ പാപക്കറയുണ്ട് എന്ന് പറഞ്ഞ് ഇസ്തിഗ്ഫാർ ചെയ്യാൻ പറഞ്ഞു. അതിനകത്തൊന്നും കൃത്യനിഷ്ഠയില്ല. പക്ഷെ ജോർജ് ഡോക്ടർ പറയുകയാണ്, നിങ്ങൾക്ക് കൊളസ്ട്രോൾ കൂടി നിൽക്കുക, നിങ്ങൾ കയ്യും വീശി നടക്കണം. ഈ മനുഷ്യനോട് നേരത്തെ ഒരു 4:30 മണിക്ക് എഴുന്നേറ്റ് 4 മണിക്ക് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കാൻ പറഞ്ഞാൽ നിസ്കരിക്കത്തില്ല, മറിച്ച് കൊളസ്ട്രോൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ കാലും കയ്യും വീശിയിട്ടൊരു നടത്തമുണ്ട്. എന്റെ പൊന്നെ, നടക്കുന്ന കാണാൻ ഏതൊക്കെ കോലത്തിന്. എന്താണ് കൊളസ്ട്രോൾ എങ്ങാനും കൂടി അറ്റാക്ക് വന്നാലോ, അതിനകത്ത് പേടിയുണ്ട് അല്ലെ? അതേസമയം നമുക്ക് ആത്മാവിന്റെ പരിസരത്ത് നമ്മളെ ഹൃദയത്തിലോട്ടാണ് അള്ളാഹുടെ നോട്ടം. ഇല്ല യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, മക്കളും മുതലും ഒന്നും പ്രയോജനപ്പെടാത്തൊരു ദിവസം വരാനുണ്ട്. അന്നത്തെ ദിവസം ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ ഹൃദയത്തിൽ കറയും പാട് പിടിച്ചുകൊണ്ട് വരുന്നവരെ എനിക്ക് ഇഷ്ടമല്ല. അന്ന് ഇഷ്ടപ്പെടുന്നത് സലീമായ ഒരു ഖൽബുമായി. ഈ ആയത്ത് നെഞ്ചിലേറ്റി ജീവിക്കുന്നവരാണ് അസ്ഹാബുൽ യമീന്റെ ആൾക്കാർ. അവർ ഹൃദയാന്തരാളത്തിൽ എന്തെങ്കിലും കറയോ പോച്ചയോ പാടോ വന്ന പെട്ടെന്ന് തന്നെ ക്ലിയറൻസ് ചെയ്യും. പക്ഷെ അസ്ഹാബ് ഷിമാന്റെ ആൾക്കാർക്ക് അങ്ങനെ ഒരു പണിയേ ഇല്ല. അവർക്ക് മരണം എന്ന് കേൾക്കുമ്പോൾ അസ്വസ്ഥതയാണ്. അപ്പൊ അസ്ഹാബ് ഷിമാലിന്റെ
അപ്പൊ അതിന് അടയാളം ഞാൻ ഒന്നും കൂടി ഓർഡറിൽ പറയാം. ഒന്നാമത്തേത്, അവർക്ക് ദുന്യാവിനോട് അമിതമായ സ്നേഹമായിരിക്കും. ദുന്യാവിന്റെ ഏത് വിഷയത്തിലും അമിതമായ ഒരു സ്നേഹം, ദുനിയാവിനോട് വല്ലാത്തൊരു അള്ളിപ്പിടിച്ച സ്നേഹം. അതിനകത്ത് തന്നെ ധനം ശേഖരിക്കുന്നതിൽ അത്യാഗ്രഹവും. ഒന്നാമത്തെ നമ്പറിൽ അത് രണ്ടും ഉണ്ട്. ധനം ശേഖരിച്ച് ഇങ്ങനെ കൂട്ടി വെക്കുന്നതിനകത്ത് ഭയങ്കര ഒരു നിർവൃതിയാണ് ആ കൂട്ടർക്ക്. ധനം ശേഖരിക്കുന്നതിൽ അത്യാഗ്രഹമുള്ളവരാണ്. രണ്ടാമത്തേത്, സദാ ഭൗതിക രസങ്ങളിലും ഇച്ഛകളിലും അവർ വ്യാപൃതരാകും എപ്പോഴും. മൂന്നാമതായിട്ട് അവരെ പറ്റി പറയുന്ന, അവർ അധികമായി പ്രയോജനമില്ലാത്ത വർത്തമാനം സംസാരിക്കും. കൂട്ടത്തിൽ പറയുന്നത് നികൃഷ്ട വർത്തമാനങ്ങളും അവർ പറയും. നികൃഷ്ട വർത്തമാനങ്ങളും അവർ ധാരാളം പറയും. നാലാമത്തേത്, അവർ നമസ്കാരത്തിൽ അലസത കാണിക്കും. 5, ഹറാമായതും സംശയകരമായ ഭക്ഷണം അവർ കുടിക്കും. ഹറാമായത് സംശയകരമായതുമായ ഭക്ഷണം കഴിക്കുകയും കുടിക്കുകയും ചെയ്യും. 6, അവർ ദുസ്വഭാവികളായിരിക്കും. ദുർനടപടിക്കാരുമായി കൂടിക്കലർന്ന് നടക്കുകയും ജീവിക്കുകയും ചെയ്യും. 7, അഹങ്കാരവും അഹംഭാവവും ഉള്ളവരായിരിക്കും. 8 പറയുന്നു, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാതെ ഒറ്റക്ക് കഴിയുന്നവരായിരിക്കും അവർ. 9, മനുഷ്യരോട്, അള്ളാഹുവിന്റെ സൃഷ്ടികളോട് കാരുണ്യം ഇല്ലാത്തവരായിരിക്കും അവർ. 10, അവർ ലുബ്ധന്മാരായിരിക്കും, പിശുക്കന്മാരായിരിക്കും. 11, മരണത്തെക്കുറിച്ച് ചിന്തയില്ലാത്തവരായിരിക്കും അവർ. മരിച്ചു പോകും, മരണസന്ദർഭത്തെക്കുറിച്ച് ചിന്തിക്കാത്ത അവർ. സഹോദരിമാരെ, അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പോ ഈ സ്വഭാവം തന്നെ നമ്മളിൽ ഉണ്ടെങ്കിൽ അള്ളാഹു നമ്മളൊന്ന് മാറ്റത്തിന് തയ്യാറായാൽ മതി. മാറ്റത്തിന് തയ്യാറായാൽ തീർച്ചയായിട്ടും അള്ളാഹു ഒരുപാട് കരുണ നമ്മളോട് ചെയ്യും. തീർച്ചയാണ് അക്കാര്യം. സഹോദരിമാർ, ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളോട് പറഞ്ഞു തരിക. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മകനോട് ഒരിക്കൽ പറയാണ്, പൊന്നുമോനെ, നീ നല്ല മോനായിട്ട് വളർന്നു വരണേ. ലുഖ്മാൻ ഹക്കീം അലൈഹിസ്സലാം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യം അള്ളാഹു ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് സൂറത്തുൽ ലുഖ്മാൻ എന്ന ചാപ്റ്ററിനകത്ത് അതിങ്ങനെ എണ്ണി പറയുന്നുണ്ട്. അതുപോലെ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വന്തം മകനോട് പറയാം, പൊന്നുമോനെ, നീ അള്ളാഹുവിന്റെ മുമ്പിൽ നല്ലവനായിട്ട് ജീവിക്കണം. എന്നിട്ട് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, നീ മനുഷ്യരിൽ ഒരു വലിയ വിഭാഗം ഉണ്ട് മോനെ ഈ ദുനിയാവില്. അവരിൽ ഒരു വിഭാഗം അള്ളാഹുവിന്റെ സ്വർഗത്തെ കുറിച്ച് ഓർത്ത് ഇബാദത്ത് ചെയ്യുന്നവരായിരിക്കും. സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ട്, സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്നവരാണ്. അള്ളാഹിനെ പ്രതീക്ഷിച്ച് അങ്ങനെ ജീവിക്കുന്നവരാണ്. വേറൊരു വിഭാഗം ജനങ്ങള് അള്ളാഹിന്റെ നരകത്തെ കുറിച്ച് പേടിച്ചിട്ട് ജീവിതം നന്നാക്കി ജീവിക്കുന്നവരാണ്. നരകത്തെ കുറിച്ച് ഓർത്തിട്ട് പേടിയോടുകൂടി നരകത്തിൽ പെടാതെ കാക്കണേ റബ്ബേ എന്നുള്ള നിലയിൽ തെറ്റുകുറ്റങ്ങൾ സൂക്ഷിച്ച് അള്ളാഹുവിനനുസരിച്ച്. ആദ്യത്തെ കാറ്റഗറി പറഞ്ഞു, അവർ സ്വർഗത്തെ കുറിച്ച് കൊതിച്ചിട്ട് ജീവിതത്തിൽ സൽക്കർമ്മം ചെയ്ത് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുന്നവരാണ്. മൂന്നാമത് അദ്ദേഹം പറയാണ്, മോനെ, വേറൊരു വിഭാഗമുണ്ട്, അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ അയവിറക്കിക്കൊണ്ട് അവനോടുള്ള സ്നേഹം വർദ്ധിച്ചിട്ട് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്നവർ ഉണ്ട് എന്ന് അദ്ദേഹം. അപ്പൊ ഈ പൊന്നുമോനെ, ഈ മൂന്നിൽ ഏതിലെങ്കിലും ഒന്ന് എന്റെ മോൻ പെടണമെന്ന് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. ഇതേ ആശയം തന്നെ മഹാനായ സൈനുൽ ആബിദീൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മോന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രൻ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? അദ്ദേഹം കുത്തുബയിൽ പറഞ്ഞതാണ്, മനുഷ്യർ 3 കാറ്റഗറിയാണ്. ഒന്നാമത്തെ കാറ്റഗറി സ്വർഗത്തെ ഓർത്തുകൊണ്ട്, അള്ളാഹു ഒരുക്കി തയ്യാറ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്വർഗം ഓർത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിതം നന്നാക്കി സൽക്കർമ്മത്തിൽ വ്യാപൃതരാകുന്നവർ. രണ്ടാമത്തെ വേറൊരു വിഭാഗം ജനങ്ങളുണ്ട്, അള്ളാഹുടെ നരകത്തെ ഓർത്ത് കരഞ്ഞ് പേടിച്ചിട്ട് തിന്മ ചെയ്യാതെ ജീവിതം കാത്തു സൂക്ഷിക്കുന്നവർ. മൂന്നാമതൊരു വിഭാഗമുണ്ട്, അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഇങ്ങനെ ഹൃദയത്തിൽ ഏറ്റിയിട്ട് ഓർത്തിട്ട് അത് അയവിറക്കിക്കൊണ്ട് സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി അള്ളാഹുവിനെ ഇബാദത്ത് ചെന്നിട്ട് ആ സൈനുൽ ആബിദീൻ ഹുസൈൻ റളിയല്ലാഹുവിന്റെ മകൻ, ഫാത്തിമ റളിയല്ലാഹുവിന്റെ മകൻ പറയുകയാണ്, ആ ഗണത്തിൽപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ ലിസ്റ്റിൽപ്പെടാൻ, അതായത് അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഇങ്ങനെ ഓർത്ത് എടുത്തിട്ട്
അങ്ങനെ അള്ളാഹു ഇബാദത്ത് ചെയ്ത് രക്ഷപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സഹോദരിമാരെ, നമുക്ക് ഏത് ഗണത്തിൽപ്പെടണം? ഈ മൂന്നാമത്തേത് ആഗ്രഹിച്ചാൽ ബാക്കി എല്ലാം കിട്ടും, എല്ലാം കിട്ടും. അതുകൊണ്ട് നമുക്ക് അള്ളാഹുവിനെ ധാരാളമായി സ്നേഹിച്ചിട്ട് ഹൃദയം നിറയെ ഒറ്റയ്ക്കിരിക്കുന്ന നിമിഷങ്ങൾ, അസർ നമസ്കാരമൊക്കെ കഴിഞ്ഞ് മഗ്‌രിബിനോടടുക്കുന്ന സമയം കുറച്ച് സമയത്ത് സിക്ർ ചെയ്തിട്ട് അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തന്നിട്ടുള്ള കല്യാണ ജീവിതത്തിന് ശേഷം ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ, ഇനി അതല്ലെങ്കിൽ ഒരു 5 വർഷത്തെ കണക്കെടുത്തിട്ട് 5 വർഷം 2020 തൊട്ട് 24 വരെ അള്ളാഹു ചെയ്തു തന്നിരിക്കുന്ന അനുഗ്രഹം, അത് മാത്രമെങ്കിലും ഓർത്തിട്ട് നമ്മളറിയാതെ കരഞ്ഞു പോകും. ഓ എന്റെ റബ്ബ്, എന്തെല്ലാം അനുഗ്രഹമാണ് എനിക്ക് ചെയ്തിരിക്കുന്നത്, എണ്ണിയാലൊടുങ്ങാത്ത ആ അനുഗ്രഹം ഓർത്ത് അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ആ സ്നേഹ വാത്സല്യത്തോടുകൂടി ഹൃദയം ഇങ്ങനെ നനഞ്ഞു കുതിർന്നിരിക്കുന്ന സമയത്തോടുകൂടി ചെന്ന് അള്ളാഹുവിന് മഗ്‌രിബ് നിസ്കരിച്ച് മഗ്‌രിബ് നമസ്കാരാനന്തരം അള്ളാഹു എന്നെ സ്നേഹിക്കണേ റബ്ബി എപ്പോഴും പറയണം. ഇടക്കിടക്ക് പറയണം, ഐ ലവ് യു അല്ലാ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അല്ലാന്ന് ആത്മാർത്ഥമായിട്ട് പറയണം. അള്ളാഹ്ക്ക് ഒരുപാട് ഇഷ്ടമാണ്, രഹസ്യമായിട്ട് പറയണം. എന്നിട്ടൊന്ന് അള്ളാഹു എന്നെ സ്നേഹിക്കണേ, കുറിച്ചവനെ പരിഗണിക്കണേ. സർവശക്തനായ അള്ളാഹു അങ്ങനെയുള്ള നല്ല അടിമകളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ അസ്ഹാബുൽ യമീന്റെ ആളുകളാകാൻ വേണ്ടി അള്ളാഹിനോട് ദുആ ചെയ്യുമ്പോൾ എനിക്കും കൂടി ദുആ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ എന്റെ ക്ലാസ് നിർത്തുകയാണ്. അർഹമുർ റഹീമായ അള്ളാഹുവേ, ഞങ്ങൾ പറഞ്ഞതും ഞങ്ങൾ കേട്ടതുമായ കാര്യങ്ങളൊക്കെ ഒരു സാലിഹായ സൽക്കർമ്മമായി, പ്രതിഫലാർഹമായ സൽക്കർമ്മമായി നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങൾ ഇരുന്ന കുറഞ്ഞ സമയം 2:30 മുതൽ ഞങ്ങൾ ഏകദേശം ഒരു 3:30 വരെ ഞങ്ങൾ ഇവിടെ ഇരുന്നു പടച്ചവനെ. അള്ളാഹു ഈ 1 മണിക്കൂർ സമയത്തിന് നീ 1000 മണിക്കൂർ അതിന്റെ അപ്പുറം സമയമായിട്ട് ഞങ്ങളുടെ മഹ്ശറയിൽ ഞങ്ങൾ എത്തുമ്പോൾ, ഞങ്ങളുടെ മീസാൻ സമയം തൂക്കി കണക്കാക്കുമ്പോൾ അള്ളാഹു ഇതിന് വമ്പിച്ച പ്രതിഫലം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ പടച്ചവനെ. കാരുണ്യവാനായ ദയാപരനായ വദൂദായ റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. ഞങ്ങളുടെ പൊന്നു മാതാപിതാക്കൾ അവർ പാവങ്ങളാണ് റബ്ബേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കളുണ്ട് റഹ്മാനെ, ജീവിച്ചിരിക്കുന്നവരുണ്ട് റബ്ബേ. ജീവിച്ചിരിക്കുന്ന എല്ലാ മാതാപിതാക്കളുടെ ആയുസ്സിൽ ബർക്കത്തും മനസ്സിൽ സക്കീനത്തും അള്ളാഹുവെ അവരുടെ ശരീരത്തിന് ആഫിയത്ത് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. മരണപ്പെട്ടു പോയ എല്ലാ മാതാപിതാക്കൾക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകണേ പടച്ചവനെ. ഞങ്ങൾ